بسم الله الرحمن الرحيم القارعة ما القارعة وما أدراك ما القارعة يوم يكون الناس كالفراش المبثوث وتكون الجبال كالعهن المنفوش فأما من ثقلت موازينه فهو في عيشة راضية وأما من خفت موازينه فأمه هاوية وما أدراك ما هي نار حامية السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. വേദിയിലും സദസ്സിലുമായി സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, പടച്ചതമ്പുരാന്റെ അപാരമായ കരുണയുടെ തണലിലും അതിൻ്റെ നിഴലിലും ഭൂമുഖത്തെ എല്ലാ ജീവവർഗങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്ന സവിശേഷമായ ഈ മഹാപ്രപഞ്ചത്തിൻ്റെ ഘടനയും അത് സംബന്ധമായി മനുഷ്യ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഭൗതികവും ആധ്യാത്മികവുമായ ചിന്തകളെല്ലാം ചരിത്ര വിദ്യാർത്ഥികൾ എന്ന നിലയിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ് നമ്മളിൽ പലരും.
പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ള വിഷയം ഈ കാലഘട്ടത്തിലേറെ ശ്രദ്ധേയമായ ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് സാഹചര്യങ്ങളും സന്ദർഭങ്ങളും പ്രതികൂലമായി ഭവിച്ചിട്ടും അത് വകവെക്കാതെ, അതിനെ പരിഗണിക്കാതെ ഈ ഓഡിറ്റോറിയത്തിലേക്ക് പരിസര പ്രദേശങ്ങളിൽ നിന്നെല്ലാം നിങ്ങളെല്ലാം ഒഴുകിയെത്തിയത് അതുകൊണ്ടാണ്. സഹോദരങ്ങളെ, നാം വസിക്കുന്ന നമ്മുടെ ഭവനം, നമ്മുടെ വീട്, അത് തകർന്നു പോകുമെന്ന് ആഗ്രഹിക്കാത്തവരാണ് നമ്മളൊക്കെ. നാം താമസിക്കുന്ന, സന്തോഷത്തോടെ കിടന്നുറങ്ങുന്ന നമ്മുടെ ഭവനം അത് തകർന്നു പോകുമെന്ന് ഒരു സുപ്രഭാതത്തിൽ അറിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ഒരുതരം ഷോക്ക്. വളരെ വേഗതയിൽ നാം വാഹനം ഓടിച്ചു പോകുന്ന ഈ ഭൂമിയുടെ ഉപരിതലത്തിലൂടെ, ഈ ഭൂമിയുടെ ഉപരിതലത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, വസിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഭൂമി നശിച്ചു പോകും, തകരും, തരിപ്പണമാകും എന്ന് അറിയാവുന്നവരാണ് നമ്മളൊക്കെ, വിശ്വാസികളായിട്ടുള്ള മുസ്ലിം സമൂഹം. നമുക്ക് മേൽക്കൂരയായി നിൽക്കുന്ന നമ്മുടെ മേലാപ്പ് ഈ ഓഡിറ്റോറിയത്തെ സംബന്ധിച്ചിടത്തോളം ഇതാണ്. എന്നാൽ ആകാശഗംഗ എന്ന് പറയുന്ന ആകാശമേലാപ്പിന്റെ ചുവട്ടിലാണല്ലോ ലോകത്ത് എല്ലാ ജീവവർഗവും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ജീവവർഗങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഈ മഹാപ്രപഞ്ചം, ആകാശം എന്ന് പറയുന്നത് അത്ഭുതങ്ങളുടെ കലവറയാണ്. യഥാർത്ഥത്തിൽ ആകാശം എന്ന് നമ്മൾ പറയുന്നത് ഈ ആകാശവും ആകാശത്തിലുള്ള സകല വസ്തുക്കളും, ഭൂമിയും അത് വസിച്ചുകൊണ്ടിരിക്കുന്ന സകല ജീവജാലങ്ങളും എല്ലാം നശിച്ചു പോകുമെന്ന് നാം അറിയുന്നു, നാം മനസ്സിലാക്കുന്നു. അത്തരമൊരു അന്തിമമായ നാശമുണ്ട് ഈ പ്രപഞ്ചത്തിന് എന്നത് ശരിക്കും ഉൾക്കൊള്ളാതെയാണ് നമ്മളൊക്കെ ഈ ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ലോകാവസാനം ശാസ്ത്രത്തിലും ഖുർആനിലും എന്ന് പറയുന്ന ഈ വിഷയം എല്ലാ കാലഘട്ടത്തിലും, ഇനി വരാനിരിക്കുന്ന കാലഘട്ടങ്ങളിലും മനുഷ്യന്റെ ചിന്തയെ പിടിച്ചുകുലുക്കി ഒരു ചോദ്യമെന്നോണം അന്തിമമായ ഈ ഭൂമിയുടെ നാശവും അന്തിമമായ ഈ ലോകത്തിന്റെ തകർച്ചയും എല്ലാം വരാനിരിക്കുന്നു മനുഷ്യരെ എന്ന് ലോകത്തോട് ഗൗരവമായി വിളിച്ചു പറയുന്ന ഒരു സദസ്സായി തീരണം നമ്മുടെ ഈ സദസ്സ്. നമ്മളെല്ലാവരും, ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരാൾ വിളിച്ചു പറയാണ് ഇതിന്റെ ഈ ബിൽഡിംഗ് തകരാൻ പോകുന്നു എന്നൊരാൾ വിളിച്ചു പറഞ്ഞാൽ നമുക്ക് ഓടി പുറത്തേക്ക് നിൽക്കാം, ഈ ബിൽഡിങ്ങിന്റെ പുറത്തേക്ക് നമുക്ക് ഓടി രക്ഷപ്പെടാം. ഈ ബിൽഡിംഗ് കാലിയായ അവസ്ഥയിൽ തകർന്നു വീണാൽ ഈ ബിൽഡിംഗ് തകർന്നു എന്നതല്ലാതെ ആൾനാശമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഈ ഭൂമി മുഴുവനും കുലുങ്ങിയാലോ? നാം വസിക്കുന്ന ഈ ഭൂമി മുഴുവനും തകരുന്ന ഒരു ദിവസമുണ്ട് എന്ന്, നാം ജീവിക്കുന്ന ഈ ലോകം നശിക്കുമെന്നതിനെ കുറിച്ച് എത്ര ഗൗരവമായി നാം ചിന്തിച്ചിട്ടുണ്ട്? ആ ഒരു ചിന്തയാണ് യഥാർത്ഥത്തിൽ മനുഷ്യരെ ഈ പോക്ക് അപകടമാണ്. അതുകൊണ്ട് അന്തിമമായ ഒരു നാശമുണ്ട് ഈ ലോകത്തിന് എന്ന് മനുഷ്യരോട് പഠിപ്പിക്കാനാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനും ഏറെക്കുറെ ഇന്ന് ആധുനിക ശാസ്ത്രവും. ശാസ്ത്രം എന്ത് പറയുന്നു എന്ന് നോക്കി അതിന്റെ പിന്നാലെ പോകുന്ന ആളുകളാണ് പലരും. ശാസ്ത്രം പറഞ്ഞാൽ സത്യം, ആ കാര്യം ഒരു 1000 വർഷങ്ങൾക്ക് മുമ്പ് ഇസ്ലാം പറഞ്ഞാലോ അത് മതം എന്ന നിലയിലല്ലാതെ അതിൽ കവിഞ്ഞ ഒരു പ്രാധാന്യം ഒന്നിനും ആളുകൾ കാണാറില്ല. അതുകൊണ്ട് തന്നെ ശാസ്ത്രം എന്ത് പറയുന്നു അത് സത്യമാണ് എന്ന്, കാരണം അത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്നതാണല്ലോ, മറ്റേതൊന്നും തെളിവില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആളുകൾ ആ വിഷയത്തെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ലോകാവസാനം ശാസ്ത്രത്തിലും ഖുർആനിലും എന്ന ഈ വിഷയം നാം അവതരിപ്പിക്കുമ്പോൾ തീർച്ചയായും വളരെ പ്രധാനമായ ചില കാര്യങ്ങൾ തുടക്കത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, ശാസ്ത്രത്തിന്റെ അനുമാനങ്ങൾ, നിഗമനങ്ങൾ, ഗവേഷണങ്ങൾ അത് ഒരു നിശ്ചിതമായ കാലയളവ് കഴിയുമ്പോൾ സ്വാഭാവികമായും ശാസ്ത്രത്തിന്റെ തന്നെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയപ്പെടുന്നതായി നമ്മൾ കാണുന്നുണ്ട്, പ്രത്യേകിച്ച് ഈ കാലഘട്ടങ്ങളിൽ. അതുകൊണ്ട് തന്നെ ശാസ്ത്രം ഒരു അവസാന വാക്കല്ല. എന്നാൽ ആകാശഭൂമികളെ സൃഷ്ടിച്ച തമ്പുരാന്റെ വാക്ക്, അതിനെ സംവിധാനിച്ച് അതിനെ നിലനിർത്തുന്ന നാഥന്റെ വാക്ക്, ആ വാക്ക് വളരെ ഗൗരവമായി കാണേണ്ടതാകുന്നു എന്നാണ് ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. പടച്ച തമ്പുരാന്റെ വാക്ക്
മഹാപ്രപഞ്ചത്തിന്റെ തമ്പുരാന്റെ വാക്ക്, അവന്റെ സംസാരം, അവന്റെ കലാം, ലോകത്തോട് മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ചു പറഞ്ഞിട്ടുള്ള ഈ യാഥാർത്ഥ്യം, പ്രവാചകന്മാരിലൂടെ ലോകത്തെ പഠിപ്പിച്ചിട്ടുള്ള ഈ മഹത്തായ ഒരു കാര്യം, അതിനെ സംബന്ധിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ലോകത്തിനൊരു തുടക്കമുണ്ട് അല്ലെ? ഏറെക്കുറെ എല്ലാവരും ഇന്നത് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. ലോകത്തിന്റെ ആരംഭം, ആകാശം എങ്ങനെയുണ്ടായി, ഭൂമി എങ്ങനെയുണ്ടായി, ഈ ഭൂമി ഇന്ന് കാണുന്ന വിധത്തിൽ നിങ്ങൾക്കറിയുമോ? നമ്മളിവിടെ സംസാരിക്കുന്ന ഈ ഓരോ സെക്കൻഡിലും, ഒരു സെക്കൻഡിൽ 30 കിലോമീറ്റർ വേഗതയിലാണ് ഭൂമി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു സെക്കൻഡിൽ 30 കിലോമീറ്റർ വേഗതയിൽ, ഒരു സെക്കൻഡ് നമ്മൾ കൈ ഇങ്ങനെ പിടുത്തം വിടുന്ന ആ ഒരു സമയം 30 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു ഗോളത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് എന്നതിനെ കുറിച്ച് ഗൗരവമായി ഓർത്തിട്ടുണ്ടോ? വാഹനം ഓടിച്ചു പോകുമ്പോ നമ്മളെക്കാൾ വേഗതയിൽ ഒരു സെക്കൻഡിൽ അല്ലേ, നമ്മൾ ഏറിയാൽ അരമണിക്കൂർ കൊണ്ട് ഏറ്റവും മാക്സിമം, പ്രത്യേകിച്ച് നമ്മുടെ എറണാകുളം ട്രാഫിക് ജാമിലൊന്നും നമുക്കൊരിക്കലും കിലോമീറ്ററുകൾ കണക്കാക്കി പറയാൻ കഴിയില്ല. അത്രയും മന്ദഗതിയിലാണ്. ഒരുപക്ഷെ ഒരു മണിക്കൂർ കൊണ്ട് 5 കിലോമീറ്റർ ഒക്കെ ആയിരിക്കും നമ്മൾ ഒരുപക്ഷെ ചെല്ലുന്നത്, ഒരു മണിക്കൂർ കൊണ്ട് 5 കിലോമീറ്റർ. എന്നാൽ ഭൂമി എങ്ങനെയല്ല, ഭൂമിക്ക് ട്രാഫിക് ജാമുകളില്ല. ഒരു സെക്കൻഡിൽ 30 കിലോമീറ്റർ, അത്ര വേഗതയിലാണ് ഈ ഭൂമി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ഭൂമിയിലാണ് ഞാനും നിങ്ങളും താമസിക്കുന്നത് എന്നതിനെ കുറിച്ച് തന്നെ ഗൗരവമായി ആലോചിക്കേണ്ടതാണ്. ഒരു സെക്കൻഡിൽ 30 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു ഗോളത്തിലാണ് ഞാൻ നിങ്ങളും ജീവിക്കുന്നത് എന്നത് ഗൗരവമായി ആലോചിക്കണമെന്നാണ് ഞാൻ ആവർത്തിച്ചു പറയും. അങ്ങനെയുള്ളൊരു ഭൂമിയുടെ ഉപരിതലത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഉപരിതലത്തിലെ പ്ലേറ്റുകൾ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ്, അത് തമ്മിൽ കൂട്ടിയിടിക്കുമ്പോഴാണ് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ കൊച്ചു കൊച്ചു ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നത് എന്ന വസ്തുതയും നാം അറിയും. അപ്പൊ നമ്മൾ വസിക്കുന്ന ഈ ഭൂമിക്കൊരു നാശമുണ്ട്, ഇതിനൊരു തുടക്കമുണ്ടായിരുന്നു, അതിനൊരു പുരോഗതി ഉണ്ടായിരുന്നു, അതിന് വാർദ്ധക്യമുണ്ട്. എല്ലാം നമ്മൾ വളരെ ഗൗരവമായി അറിയേണ്ട കാര്യമാണ്. ഗാലക്സികൾ, അതിന് വാർദ്ധക്യമുണ്ട്, യൗവനമുണ്ട്, ശൈശവമുണ്ട്, അതിന് യൗവനമുണ്ട്, വാർദ്ധക്യമുണ്ട്, പിന്നെ അന്തിമമായ നാശമുണ്ട് എന്നെല്ലാം ആധുനിക ശാസ്ത്രം അതിനെ സംബന്ധിച്ച് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭൂമിയുടെ തുടക്കം, വിശുദ്ധ ഖുർആൻ ആ കാര്യത്തെ സംബന്ധിച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മനുഷ്യ സമൂഹത്തോട് സംസാരിച്ചു പോന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ ഒരു പ്രത്യേകത, ഖുർആനിന്റെ അത്ഭുതം തന്നെ എന്താണെന്നറിയുമോ? ആകാശഭൂമികളെ സംബന്ധിച്ച് ധാരാളമായി സംസാരിച്ച ഒരു ഗ്രന്ഥമാണ് ഖുർആൻ. ആകാശം, അസ്സമാവാത്ത് വൽ അർള്, ഭൂമി, ആകാശവും ഭൂമിയും, വളരെ വളരെ ഗൗരവമായ ഒരുപാട് സൂക്തങ്ങളിൽ, നൂറുകണക്കിന് വചനങ്ങളിൽ, വിശുദ്ധ ഖുർആനിലെ 114 അധ്യായങ്ങളിൽ ആകാശഭൂമികളെ പറ്റി പരാമർശിക്കാത്ത അധ്യായങ്ങൾ തന്നെ വളരെ കുറവാണ്, വളരെ കുറവാണ്. ആകാശഭൂമികളെ സംബന്ധിച്ചാണ് ഗൗരവമായി ചർച്ച. അവിടെ നമ്മൾ മനസ്സിലാക്കുക, ഖുർആൻ പ്രപഞ്ചത്തിന്റെ നാഥനെ പരിചയപ്പെടുത്തുന്നിടത്ത് ആകാശവും ഭൂമിയും സൃഷ്ടിച്ച നാഥനാകുന്നു നിങ്ങളുടെ നാഥൻ എന്ന് അള്ളാഹു സവിസ്തരം ചർച്ച ചെയ്തിട്ടുണ്ട്. ആകാശമുണ്ടായി 50,000 കൊല്ലം കഴിഞ്ഞ് ജനിച്ച ഒരു പടച്ചവനെ കുറിച്ചല്ല ഇസ്ലാം ലോകത്തോട് സംസാരിച്ചത്. ആകാശത്തെ സൃഷ്ടിച്ച നാഥനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ഖുർആൻ ലോകത്തോട് കടന്നു വന്നത്. ചിങ്ങമാസത്തിലെ ഒരർദ്ധരാത്രിയിൽ ദേവകിയുടെ 8ാമത്തെ പുത്രനായി ശ്രീകൃഷ്ണൻ ജനിക്കുമ്പോ നിങ്ങൾ അറിയണം, ആകാശവും ഭൂമിയും ഇവിടെ ഉണ്ടായിരുന്നു എന്ന വസ്തുത. എന്ന് പറഞ്ഞാൽ ആകാശവും ഭൂമിയും സൃഷ്ടിക്കപ്പെട്ട് എത്രയോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ് അവതാര പുരുഷന്മാരായി ഹൈന്ദവ സമൂഹം ഇന്ന് അംഗീകരിക്കുന്ന ശ്രീരാമനും ശ്രീകൃഷ്ണനുമെല്ലാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, പ്രവാചകന്മാരെല്ലാം ഈ ലോകത്ത് ആകാശഭൂമികൾ പടച്ചതിനു ശേഷം ഉണ്ടായിട്ടുള്ള മനുഷ്യരാണ് അവരെല്ലാം. ഈ വസ്തുതയാണ് ഖുർആൻ അനാവരണം ചെയ്യുന്നത്. വിശുദ്ധ ഖുർആനിൽ എവിടെ അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ടോ ആകാശഭൂമികളുടെ തമ്പുരാൻ, അതിനിടയിലുള്ളതിന്റെ നാഥൻ എന്ന് കൃത്യമായി പരിചയപ്പെടുത്തിയതായി നമുക്ക് കാണാം. മൂസാ നബി അലൈഹിസ്സലാം തുരിസീന പർവ്വതത്തിൽ വെച്ച് പ്രവാചകത്വം ലഭിച്ചതിന് ശേഷം ഫഖുലാ ലഹു ഖൗലൻ ലയ്യിനാ ലഅല്ലഹു യതദക്കറു ഔ യഖ്ശാ, ഫഖുലാ ലഹു ഖൗലൻ ലയ്യിനാ, മൂസാ അലൈഹിസ്സലാമിനെയും ഹാറൂനെയും വിളിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നീ ഫിറഔനിന്റെ, റാംസസ് രണ്ടാമന്റെ, ഫറോവ ചക്രവർത്തിയുടെ കൊട്ടാരത്തിലേക്ക് അള്ളാഹുവിനെ പരിചയപ്പെടുത്താൻ കടന്നു ചെല്ലണം.
അള്ളാഹുവിനെ പരിചയപ്പെടുത്താൻ, ആ അള്ളാഹുവിനെ പരിചയപ്പെടുത്താൻ വേണ്ടി മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നമ്രൂദ് ഈ ഫിറൗനിന്റെ കൊട്ടാരത്തിൽ ചെല്ലുന്ന രംഗം വിശുദ്ധ ഖുർആൻ 20-ാം അധ്യായം സൂറത്ത് ത്വാഹ 42 മുതൽ 44 വരെയുള്ള വചനങ്ങളിൽ നമുക്ക് വേണ്ടി അള്ളാഹു പഠിപ്പിച്ചു തരുന്നുണ്ട്. അങ്ങനെ അവിടെ ചെന്നു മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ദൈവത്തെ പരിചയപ്പെടുത്തി, ഈ മഹാപ്രപഞ്ചത്തിന്റെ നാഥനെ പരിചയപ്പെടുത്തി. അല്ലേ, അള്ളാഹുവിന്റെ ഭാരമായ കരുണയുടെ നിഴലിലാണ് നിങ്ങളും ഞാനും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രപഞ്ചത്തിന്റെ ഓരോ കോണുകളിലും അള്ളാഹുവിന്റെ ഭാരമായ നിയന്ത്രണമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാം ക്ലിപ്തമാണ്, എല്ലാം വ്യക്തമാണ്, യാതൊരു തകരാറുകളും, ഒരു കൃത്യമായ പ്ലാനിങ് ഈ മഹാപ്രപഞ്ചത്തിനുണ്ട് എന്നതാണ് ശാസ്ത്രകാരന്മാർ പറയുന്നത്. സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന് പറയുന്ന വിഖ്യാതനായ ശാസ്ത്രകാരൻ, അദ്ദേഹത്തിന്റെ എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന് പറയുന്ന ഗ്രന്ഥം ആധുനിക ലോകത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിന്റെ ഗ്രന്ഥമാണ്. അദ്ദേഹത്തിന്റെ രചനകളിൽ ഏറ്റവും അതുല്യമായ സ്ഥാനം വഹിക്കുന്ന ഗ്രന്ഥമാണ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ബുക്ക്. ഈ പുസ്തകത്തിലുടനീളം ലോകത്തിന്റെ തുടക്കത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നു, ഗാലക്സികളെ കുറിച്ച് ചർച്ച ചെയ്യുന്നു, ബ്ലാക്ക് ഹോൾസുകളെ കുറിച്ച് ചർച്ച ചെയ്യുന്നു, ക്വാണ്ടം തിയറിയെ കുറിച്ച് ചർച്ച ചെയ്യുന്നു, കോക്സാറുകളെ കുറിച്ചും പൾസാറുകളെ കുറിച്ചും അതുപോലെ ലോകത്തിന്റെ വ്യവസ്ഥകളെ കുറിച്ചും ശാസ്ത്രകാരന്മാരുടെ നിഗമനങ്ങളെ കുറിച്ചും എല്ലാം ഈ പുസ്തകത്തിൽ എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന് പറയുന്ന സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ ഈ പുസ്തകത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം, 62 വയസ്സ് കഴിഞ്ഞു, വീൽ ചെയറിലാണ് അദ്ദേഹം. ഒരു ബ്രെയിനും ഒരു ബട്ടണമർത്തുവാനുള്ള വിരളമല്ലാതെ മറ്റൊന്നും അദ്ദേഹത്തിന് ചലിക്കാത്തതായിട്ടാണുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. 21ഓളം വരുന്ന നഴ്സുമാരുടെ പരിചരണത്തിൽ, 18ഓളം വരുന്ന സെക്രട്ടറിമാരുടെ പരിചരണത്തിലാണ് സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന് പറയുന്ന വിഖ്യാതനായ ശാസ്ത്രകാരൻ എന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടാം ഐൻസ്റ്റൈൻ എന്ന് വിളിക്കപ്പെടുന്ന സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ ചിന്തകൾ ആധുനിക ലോകത്ത് ഏറ്റവും ശ്രദ്ധേയമായ അദ്ദേഹത്തിന്റെ ഈ പുസ്തകത്തിലെ ഒരു ചാപ്റ്റർ തന്നെ ലോകത്തിന്റെ തുടക്കവും ലോകത്തിന്റെ ഒടുക്കവും എന്ന് പറയുന്ന ഒരു അധ്യായമാണ്. ആ അധ്യായത്തിൽ ഗൗരവമായ അദ്ദേഹം അത് ചർച്ച ചെയ്യും. ലോകത്തിനൊരു തുടക്കമുണ്ടോ? ഉണ്ട്. ലോകത്തിനൊരു ഒടുക്കമുണ്ടോ? ഉണ്ട്. അതുകൊണ്ടാണ് മൂസാ നബി അലൈഹിസ്സലാം ഫിറൗനിന്റെ കൊട്ടാരത്തിൽ ചെന്നു. ഫിറൗനിന്റെ ചോദ്യം, ഫമാ റബ്ബുക്കുമാ യാ മൂസ, ഫമൻ റബ്ബുക്കുമാ യാ മൂസ. അല്ല മൂസ, നിങ്ങൾ പറയുന്ന ഈ റബ്ബാരാണ്? നിങ്ങളൊരു സൃഷ്ടാവിനെ പരിചയപ്പെടുത്തുന്നുണ്ടല്ലോ. ലോകത്തെ സചേതനങ്ങളെ അചേതനങ്ങളെ സകല വസ്തുക്കളെയും സകല ജീവവർഗങ്ങളെയും എല്ലാം സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തിന്റെ നാഥനെ നിങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ടല്ലോ. ആ നാഥൻ ആരാണ്? ആരാണ് ആ നാഥൻ? അതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. ഫമാ റബ്ബുൽ ആലമീൻ, നിങ്ങൾ പറയുന്ന ഈ റബ്ബുൽ ആലമീൻ ആരാണ്? ലോകങ്ങളുടെ നാഥൻ. ആലമീൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയില്ല, ആലം എന്ന് പറഞ്ഞാൽ തന്നെ ലോകങ്ങൾ എന്നാണ്. ആലമീൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് ലോകങ്ങൾ, 14 ലോകങ്ങൾ, 7 ആകാശവും 7 ഭൂമിയും 7 സാഗരങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്ന ഈ മഹാപ്രപഞ്ചം, സപ്തസാഗരങ്ങളും സപ്താകാശവും സപ്തഭൂമിയും മനുഷ്യന്റെ കണ്ണുകൾക്ക് കാണാൻ കഴിയുന്ന ലോകവും, അങ്ങനെ അനവധി ലോകങ്ങൾ, മലക്കുകളുടേതായ ലോകം, ജിന്നുകളുടേതായ ലോകം, ജന്തുക്കളുടേതായ ലോകം, സസ്യങ്ങളുടേതായ ലോകം, മനുഷ്യന്റെ കണ്ണിനെ പ്രാപിക്കാൻ കഴിയാത്ത ജീവവർഗങ്ങളുടെ ലോകം, ടെലസ്കോപ്പുകൾക്ക് മൈക്രോസ്കോപ്പുകൾക്ക് അതുപോലെയുള്ള ഗവേഷണ വിധേയമാകുന്ന ഈ നിലക്കുള്ള ഉപകരണങ്ങളിലൂടെ മാത്രം നാം കാണുന്നതും വിലയിരുത്തുന്നതുമായ എത്രയോ വളരെ ചെറിയ നമ്മുടെ കണ്ണുകൾക്ക് പ്രാപിക്കാൻ കഴിയാത്ത ജീവവർഗങ്ങളുള്ള ഈ മഹാപ്രപഞ്ചം. അവിടെ ചോദ്യം അതാണ്, റബ്ബുക്കുമായ മൂസ. അല്ല മൂസ, നിങ്ങൾ പറയുന്ന ഈ റബ്ബ് ആരാണ്? ലോകത്തിന്റെ നാഥൻ ആരാണ്? മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മറുപടി, റബ്ബുസ്സമാവാതി വല്ലർളി വമാ ബൈനഹുമാ ഇൻ കുൻതും മുഖ്നിൻ. റബ്ബുസ്സമാവാതി വല്ലർ, ആകാശഭൂമികളെ സൃഷ്ടിച്ചവനാണ് എന്റെ നാഥൻ. വമാ ബൈനഹുമാ, അതിനിടയിലുള്ളതിനെയും സൃഷ്ടിച്ചവനാണ് എന്റെ തമ്പുരാൻ. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ദൃഢമായി വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഇതിനെയെല്ലാം സൃഷ്ടിച്ച മഹാപ്രപഞ്ചത്തിന്റെ നാഥൻ. നോക്കൂ, ആകാശങ്ങളെയും ഭൂമിയെയും അതിനിടയിലുള്ളതിനെയും എല്ലാം സൃഷ്ടിച്ചവനാകുന്നു ഇസ്ലാം പരിചയപ്പെടുത്തുന്ന തമ്പുരാൻ. മാതാമൃതാനന്ദമയി, അതുപോലെ തന്നെ പുട്ടപർത്തിയിലെ സായിബാബ, രവിശങ്കർ, അതുപോലെയുള്ള തങ്ങന്മാർ, ബീവിമാർ, മുനിമാർ, സിദ്ധന്മാർ, ഇവരാരും ആകാശഭൂമികളെ പടച്ചവരല്ല. ആകാശഭൂമികളെ പടച്ച, വർഗീയതയില്ലാത്ത, ലോകത്തിലെ മുഴുവൻ മനുഷ്യരെയും സൃഷ്ടിച്ച ഈ മഹാപ്രപഞ്ചത്തിന്റെ നാഥൻ. ഇസ്ലാമിന്റെ പ്രത്യേകത ഏത്? ഖുർആനിലെ 26-ാം അധ്യായം സൂറത്ത് ശുഅറാ 23 മുതൽ 24, 25 വചനങ്ങളിലൂടെ കടന്നു വന്നാൽ ഈ യാഥാർത്ഥ്യമാണ് വിശുദ്ധ ഖുർആൻ കുറിയിടുന്നത്. അപ്പൊ റബ്ബുസ്സമാവാതി വല്ലർ, ആകാശഭൂമികളെ സൃഷ്ടിച്ച തമ്പുരാൻ, ഈ മഹാപ്രപഞ്ചത്തിന്റെ നാഥൻ,
ലോകങ്ങളെ മുഴുവനും സൃഷ്ടിച്ച തമ്പുരാൻ, അങ്ങനെയുള്ള ഒരു റബ്ബിലാണ് ഞാനും നിങ്ങളും വിശ്വസിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? ആകാശഭൂമികളെ സൃഷ്ടിച്ച നാഥനേക്കാൾ കഴിവുള്ളവരാണോ? അള്ളാഹുവിന്റെ വായു ശ്വസിച്ച്, അള്ളാഹുവിന്റെ വെള്ളം കുടിച്ച്, അള്ളാഹുവിന്റെ എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹുവിൽ നിന്നും സ്വീകരിച്ച ആളുകൾ പടച്ചവനേക്കാൾ വലിയ സ്ഥാനമുള്ളവരായി. രോഗം മാറാൻ, പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടാൻ, വിശ്രമിക്കാൻ സിദ്ധന്മാരെ സമീപിക്കുന്ന മുസ്ലിം ഉമ്മത്തിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ആകാശഭൂമികളെ സൃഷ്ടിച്ച തമ്പുരാൻ, 13 ലക്ഷം ഭൂമി ഉൾക്കൊള്ളുന്ന സൂര്യനെ സൃഷ്ടിച്ച തമ്പുരാൻ, ഏത് 13 ലക്ഷം ഭൂമി ഉൾക്കൊള്ളാൻ വ്യാപ്തിയുള്ള നമ്മുടെ ഈ വസിക്കുന്ന ഭൂമി ഉണ്ടല്ലോ, ഒരു മരുഭൂമിയിലെ ഒരു സൂചിപ്പൊട്ട് പോലെ ഉള്ളൂ ഈ ആകാശഗംഗയിൽ ഈ ഭൂമി എന്ന വസ്തുത നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? വിശാലമായി കിടക്കുന്ന ഈ ലോകം, 10 സെന്റ് ഭൂമി ഉണ്ടായാൽ മട്ടാഞ്ചേരിയിലൊക്കെ വലിയ, അല്ലെങ്കിൽ കൊച്ചിയിലും എറണാകുളത്തും ഒക്കെ വലിയ പൈസ കിട്ടും അല്ലേ? പക്ഷെ ഈ ലോകം, ഈ മഹാപ്രപഞ്ചം, അതിനെയൊക്കെ നിയന്ത്രിക്കുന്ന പടച്ച തമ്പുരാൻ, മാലിക്കുൽ മുലൂക്കായ രാജാതിരാജൻ, ആ രാജാതിരാജനെ പരിചയപ്പെടുത്തുകയാണ് ഖുർആൻ 26-ാം അധ്യായം സൂറത്ത് ശുറായിൽ 23, 24, 25 വചനങ്ങളിലൂടെ. ഇതേ കാര്യം തന്നെ മൂസാ നബിയോട്, ഫമൻ റബ്ബുകുമാ യാ മൂസ 20-ാം അധ്യായം 49-ാമത്തെ വചനം, അതുപോലെ 50-ാമത്തെ വചനം. അതിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത്, റബ്ബുനല്ലദീ അഅ്താ കുല്ല ഷൈഇൻ ഖൽഖഹു സുമ്മ ഹദാ, എല്ലാ ജീവവർഗങ്ങളെയും സൃഷ്ടിക്കുകയും ആ ജീവവർഗങ്ങൾക്കെല്ലാം ആവശ്യമായ മാർഗദർശനങ്ങൾ നൽകുകയും ചെയ്തവനാണ് എന്റെ റബ്ബ്. അപ്പൊ കണിശമായി, ക്ലിപ്തമായി, വ്യവസ്ഥാപിതമായി ഈ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനാകുന്നു എന്റെ തമ്പുരാൻ എന്ന കൃത്യമായ കാഴ്ചപ്പാടാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഒന്നിനെയും വ്യവസ്ഥയില്ലാതെ, ചിട്ടയില്ലാതെ അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ല. അതുകൊണ്ടാണ് പടച്ച തമ്പുരാൻ ചോദിക്കുന്നത്, അയഹ്സബുൽ ഇൻസാനു അയ്യുത്രക സുദാ, മനുഷ്യർ വിചാരിക്കുന്നുണ്ടോ നാം അവരെ അങ്ങ് വെറുതെ വിട്ടേക്കും? മനുഷ്യ സമുദായം കരുതുന്നുണ്ടോ നാം അവരെ വെറുതെ വിട്ടേക്കും എന്ന്? ഇങ്ങനെ സുഖിച്ച്, തിന്ന്, കുടിച്ച്, ആനന്ദിച്ച്, ഭോഗിച്ച് അങ്ങനെ ജീവിതം അങ്ങ് കഴിഞ്ഞു പോകും എന്ന് മനുഷ്യർ വിചാരിക്കുന്നുണ്ടോ എന്ന് പടച്ച തമ്പുരാൻ സൂറത്ത് ഖിയാമ 75-ാം അധ്യായം 36-ാമത്തെ വചനത്തിൽ ചോദിക്കുകയാണ്. അയഹ്സബുൽ ഇൻസാനു അയ്യുത്രക സുദാ, മനുഷ്യർ വിചാരിക്കുന്നുണ്ടോ അവരെ നാം അങ്ങ് വെറുതെ വിട്ടേക്കും എന്ന്? അപ്പൊ മനുഷ്യന്റെ സൃഷ്ടിപ്പിൽ കൃത്യമായ, വ്യവസ്ഥാപിതമായ ചില ലക്ഷ്യങ്ങളുണ്ട് എന്നാണ് അള്ളാഹു പറയും. ജീവവർഗങ്ങളെ മുഴുവനും സൃഷ്ടിച്ചതിലും ആ വ്യവസ്ഥയുണ്ട് അള്ളാഹുവിന്. പടച്ച തമ്പുരാൻ സൂറത്ത് മുൽക്കിൽ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആകാശത്തിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞിട്ട് അള്ളാഹു പറയാണ്, മനുഷ്യരെ ആകാശത്തിലേക്ക് നിങ്ങൾ നിങ്ങളുടെ കണ്ണൊന്ന് ഓടിച്ചു നോക്കൂ, നിങ്ങളുടെ കണ്ണുകൾ പരതി നോക്കൂ. ആകാശഗംഗയിൽ എവിടെയെങ്കിലും വല്ല തകരാറുകളും വല്ല വ്യത്യാസങ്ങളും നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് പടച്ച തമ്പുരാന്റെ ചോദ്യം. അല്ല, ആകാശത്ത് വല്ല വിടവുകളും നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് 7 ആകാശങ്ങളെ, അല്ലദീ ഖലഖ സബഅ സമാവാതിൻ തിബാക മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തുവാബ്. നോക്കൂ, വിശുദ്ധ ഖുർആൻ മനുഷ്യരോട് ചോദിക്കുകയാണ്, അല്ലയോ മനുഷ്യരെ, 7 ആകാശങ്ങളെ അടുക്കുകളായി സൃഷ്ടിച്ചവനാകുന്നു അവൻ. 7 ആകാശങ്ങൾ, സബഅ സമാവാതിൻ തിബാക. സൂറത്ത് നൂഹിൽ നിങ്ങൾക്ക് കാണാം, സബഅ സമാവാതിൻ തിബാക, അടുക്കുകളായി 7 ആകാശങ്ങളെ അല്ലാഹു നിങ്ങൾക്ക് സംവിധാനിച്ചു തന്നു അല്ലേ? വിശുദ്ധ ഖുർആൻ അനവധി സ്ഥലങ്ങളിൽ 7 ആകാശത്തെ സംബന്ധിച്ച് പറയും. അപ്പൊ അല്ലദീ ഖലഖ സബഅ സമാവാതിൻ തിബാക, അടുക്കുകളായ 7 ആകാശങ്ങളെ, മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി, പരമകാരുണികന്റെ സൃഷ്ടിപ്പിൽ, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ യാതൊരു ഏറ്റക്കുറവുകളും നിങ്ങൾ കാണുകയില്ല. നോക്കൂ, 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അവതരിപ്പിക്കപ്പെട്ട ഖുർആനിൽ അല്ലാഹു പറയുന്നത്, പരമകാരുണ്യകനായ നാഥൻ സൃഷ്ടിച്ച ആകാശത്തിന്റെ സൃഷ്ടിപ്പിൽ നിങ്ങൾക്ക് യാതൊരു പൊരുത്തക്കേടും കാണാൻ കഴിയില്ല എന്നൊരാൾക്ക് പറയണമെങ്കിൽ, ഒരു എഞ്ചിനീയർ നിർമ്മിച്ച ഒരു വീടിനെ പറ്റി അയാൾ പറയാൻ, ലോകത്ത് ഏത് എഞ്ചിനീയർ പരിശോധിച്ചാലും ഇത്ര പെർഫെക്റ്റായ ഒരു പ്ലാനിങ് നിങ്ങൾക്ക് വേറെ കാണാൻ കഴിയില്ല എന്നൊരാൾ വെല്ലുവിളിക്കുമ്പോ സ്വാഭാവികമായും ആ വെല്ലുവിളി മനുഷ്യരെ ഏറ്റെടുക്കും അല്ലേ? സ്വാഭാവികമായും ആ വെല്ലുവിളി മനുഷ്യരെ ഏറ്റെടുക്കില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പടച്ച തമ്പുരാൻ പറയാൻ, അള്ളാഹ് ആവശ്യപ്പെടുകയാണ് നമ്മളോട്, ഇവിടെ നിങ്ങൾ വീണ്ടും വീണ്ടും നോക്കിക്കോ, ആകാശത്തിലേക്ക് നിങ്ങൾ എത്ര തന്നെ നോക്കിക്കോ, ആകാശത്തെവിടെയെങ്കിലും വല്ല വിടവുകളും വല്ല പോരായ്മകളും, സൃഷ്ടിപ്പിൽ വല്ല തകരാറുകളും വല്ല ഏറ്റക്കുറച്ചിലുകളും ഒരൽപ്പം കൂടിപ്പോയി അല്ലെങ്കിൽ ഒരു സൂചിപ്പെട്ട് കുറഞ്ഞുപോയി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കണ്ണുകളെ ആകാശത്തേക്ക് പായിപ്പിച്ചു നോക്കൂ. അങ്ങനെ നിങ്ങളുടെ കണ്ണുകൾ നിരാശയോടുകൂടി മടങ്ങി വരുന്ന ആളെ പറയും. നിരാശപ്പെട്ട് കണ്ണുകൾ ഖേദിച്ചു മടങ്ങി, നിങ്ങളുടെ കണ്ണുകൾ ഖേദത്തോടുകൂടി മടങ്ങി വരും.
പരമകാരുണ്യകനായ റബ്ബിന്റെ സൃഷ്ടിപ്പിൽ യാതൊരു ഏറ്റക്കുറവുകളും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. എന്നാൽ നീ ദൃഷ്ടി ഒന്നുകൂടി തിരിച്ചു കൊണ്ടുവരൂ, വല്ല വിടവും നിനക്ക് കാണാനുണ്ടോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. സുമ്മർജിൽ ബസറ കറതൈനി യൻകലിബ് ഇലൈക്കൽ ബസറ ഹാസിയം വഹുവ ഹസീർ. അതേ, നിന്റെ കണ്ണുകൾ നിരാശയോടെ, നിന്റെ കണ്ണുകൾ അങ്ങോട്ട് പായിച്ചിട്ട്, നിന്റെ കണ്ണുകൾ നിരാശപ്പെട്ട് ക്ഷീണിച്ച് തളർന്ന് അവശയായ നിലയിൽ നിന്റെ കണ്ണുകൾ മടങ്ങിപ്പോരും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. പിന്നീട് നീ 2 തവണ നിന്റെ കണ്ണിനെ തിരിച്ചു കൊണ്ടുവരൂ. നിന്റെ അടുത്തേക്ക് ആ കണ്ണ് പരാജയപ്പെട്ട് പരവശയായ നിലയിൽ നിന്റെ കണ്ണുകൾ മടങ്ങി വരും എന്ന് പടച്ച തമ്പുരാൻ ഉറപ്പിച്ച് പറയണമെങ്കിൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, റസൂലിന് എങ്ങനെ പറയാൻ കഴിയും? അക്ഷരജ്ഞാനമില്ലാത്ത, ശാസ്ത്രം പഠിച്ചിട്ടില്ലാത്ത, ആകാശത്തിന്റെ ഘടന പഠിച്ചിട്ടില്ലാത്ത, ടെലസ്കോപ്പ് കണ്ടിട്ടില്ലാത്ത, ആകാശത്തിന്റെ മഹിമ പഠിച്ചിട്ടില്ലാത്ത, ശാസ്ത്രത്തിന്റെ ബാലപാഠം അറിയാത്ത, നിരക്ഷരനായ മരുഭൂമിയിൽ ജീവിച്ച് മഹാരഥനായ പ്രവാചക ചക്രവർത്തി ഒട്ടകത്തിന്റെ കടിഞ്ഞാണും പിടിച്ച് ഒട്ടകം സഞ്ചരിച്ച ദിക്കിലേക്ക് ടെന്റ് കെട്ടി ജീവിച്ചിരുന്ന അറബ് ജനതയിൽ അവതരിച്ച വിശുദ്ധ ഖുർആൻ 60-ാം അധ്യായം സൂറത്ത് മുൽക്ക് 2, 3, 4 വചനങ്ങളിലൂടെ ആകാശത്തിന്റെ സൃഷ്ടിപ്പിന്റെ മഹാത്മ്യവും അതിന്റെ പ്രത്യേകതകളും അതിന്റെ ന്യൂനതയില്ലായ്മയും എടുത്തുദ്ധരിച്ചുകൊണ്ട് അല്ലാഹു പറയുന്ന, മനുഷ്യരെ, ആകാശത്തിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് പടച്ച തമ്പുരാൻ നമ്മളോട് ചോദിക്കുകയാണ്. അപ്പോ നാം വസിക്കുന്ന ഈ ആകാശം അനവധി ശാസ്ത്ര ഗവേഷണങ്ങൾ നടന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്, അല്ലേ? ഈ ആകാശവും ഈ ഭൂമിയും എല്ലാം ഉൾക്കൊള്ളുന്ന ഈ മഹാപ്രപഞ്ചം, അല്ലെ? സൗരയൂഥം, അനവധി സൗരയൂഥങ്ങൾ, അതെല്ലാം ഉൾക്കൊള്ളുന്ന ഗാലക്സികൾ, മിൽക്കി വേ, അല്ലെ? ആ മിൽക്കി വേ, അങ്ങനെയുള്ള ആയിരക്കണക്കിന് മനുഷ്യൻ കണ്ടെത്തിയ അനവധി നക്ഷത്രജാലങ്ങൾ, സൗരയൂഥങ്ങൾ ഉൾക്കൊള്ളുന്ന, സൂര്യനും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്ന സൗരയൂഥം, അതിനെയും ഉൾക്കൊള്ളുന്ന ഗാലക്സികൾ, അതും ഉൾക്കൊള്ളുന്ന ഈ മഹാപ്രപഞ്ചം. ഈ പ്രപഞ്ചം എങ്ങനെ നിലനിൽക്കുന്നു എന്നത്, എങ്ങനെ വർദ്ധിക്കുന്നു എന്നത്, എങ്ങനെ വികാസം പ്രാപിക്കുന്നു എന്നത് എല്ലാം ശാസ്ത്രലോകത്ത് കൗതുകകരമായ പഠനങ്ങളായി നിലനിൽക്കുകയാണ്. സഹോദരങ്ങളെ, മനുഷ്യൻ കണ്ടെത്തിയ 10,000 കോടി നക്ഷത്ര കുടുംബങ്ങളിൽ ഒരു കുടുംബത്തിൽ തന്നെ 10,000 കോടി നക്ഷത്രങ്ങളുണ്ട്. അങ്ങനെയുള്ള 10,000 കോടി നക്ഷത്ര കുടുംബം, ഒരു കുടുംബത്തിൽ 5 പേർ, അങ്ങനെയുള്ള 50,000 എന്ന് കരുതുന്ന പോലെ 10,000 കോടി നക്ഷത്രങ്ങളുള്ള ഒരു കുടുംബം, അങ്ങനെയുള്ള 10,000 കോടി നക്ഷത്ര കുടുംബം. മനുഷ്യന് കണക്കാക്കാനാവാത്തതാണത്, അല്ലെ? മനുഷ്യന് കണക്കാക്കാനാവാത്തതാണ്. 15 കോടി കിലോമീറ്റർ അകലെ നിന്ന് സൂര്യന്റെ കിരണങ്ങൾ ഭൂമിയിൽ പതിക്കാൻ 8 മിനിറ്റ് വേണ്ടി വരുന്ന 15 കോടി മൈലുകൾക്കപ്പുറത്തുള്ള, അതിന്റെ അപ്പുറത്താണ് 7 ആകാശം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, അയണോസ്ഫിയർ, മാഗ്നറ്റോസ്ഫിയർ എന്ന് പറയുന്ന ഭൂമിയുടെ ഉപരിതലത്തിൽ 20 മുതൽ 40 മുതൽ 80 മുതൽ 120 വരെ കിലോമീറ്ററിനുള്ളിലുള്ള ട്രോപ്പോസ്ഫിയറും സ്ട്രാറ്റോസ്ഫിയറും അയോണോസ്ഫിയറും മാഗ്നറ്റോസ്ഫിയറും ഉൾക്കൊള്ളുന്ന 5 മണ്ഡലങ്ങളെയല്ല, അല്ലെങ്കിൽ അതുൾപ്പെടെയുള്ള 7 ആകാശം എന്ന് അല്ലാഹു ഉദ്ദേശിച്ചത്. മറിച്ച് 1-ാം ആകാശം തന്നെ നിങ്ങൾക്കറിയാലോ, സൂര്യൻ ഉൾക്കൊള്ളുന്ന 1-ാം ആകാശം, ചന്ദ്രൻ ഉൾക്കൊള്ളുന്ന 1-ാം ആകാശം, അതിന്റെ തന്നെ കോടി കിലോമീറ്റർ, 15 കോടി കിലോമീറ്റർ അകലെയാണ് ആ സൂര്യൻ ഉൾക്കൊള്ളുന്നത്. ഇത് 20 മുതൽ 120 വരെ കിലോമീറ്ററിന്റെ ഉള്ളിലാണ് ഈ പറയുന്നത്. അതല്ല 5 മണ്ഡലങ്ങൾ. അങ്ങനെ വിചാരിച്ച വലിയ പ്രാസംഗികരൊക്കെ ഉണ്ട് നമ്മുടെ കേരളത്തിൽ. അത് അബദ്ധമാണ്, പരമാബദ്ധമാണ്. ശാസ്ത്രം കണ്ടെത്തിയ 5 മണ്ഡലം എന്ന് പറയുന്ന ഈ ട്രോപ്പോസ്ഫിയറും സ്ട്രാറ്റോസ്ഫിയറും അയണോസ്ഫിയറും മാഗ്നറ്റോസ്ഫിയറും എന്ന് പറയുന്നത് 5 ആകാശമണ്ഡലങ്ങളല്ല. ആകാശത്തിന്റെ ഉള്ളിൽ, 1-ാം ആകാശത്തിന്റെ ഉള്ളിൽ, ഭൂമിയുടെ മീതെ 120 കിലോമീറ്റർ വരെ അകലത്തിലുള്ള പാളികളെ കുറിച്ചാണ് ശാസ്ത്രം ഈ പറയുന്നത്. അതല്ല അല്ലാഹു പറഞ്ഞ സബ്അ സമാവാത്തിൻ തിബാഖ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് സൂറത്ത് മുൽക്കിൽ തന്നെ അല്ലാഹു പറയുന്നത്. അവിടെ അല്ലാഹു പറയുന്നതെന്തറിയോ? ഏറ്റവും അടുത്ത ആകാശത്തെ വിശുദ്ധ ഖുർആൻ 60-ാം അധ്യായം 5-ാമത്തെ വചനത്തിൽ പറയാൻ, ഏറ്റവും അടുത്ത ആകാശത്തെ നാം ചില വിളക്കുകളെ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ഈ 1-ാം ആകാശമാണ്. സൂര്യനും ചന്ദ്രനും ഉൾക്കൊള്ളുന്ന ഈ 1-ാം ആകാശം. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടാണ് സൂര്യന്റെ തന്നെ പ്രകാശം ഭൂമിയിലേക്ക് 15 കോടി കിലോമീറ്റർ. അതാണ് അതിന്റെ, അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്, അത്ര
13 ലക്ഷം ഭൂമി ഒതുക്കി വെക്കാൻ വ്യാപ്തിയുള്ള സൂര്യനിൽ ഹൈഡ്രജൻ ഹീലിയമായി മാറി അതിന്റെ പ്രകാശം ഭൂമിയിലേക്ക് പതിക്കാൻ എടുക്കുന്ന 15 കോടി കിലോമീറ്റർ അകലെ, അതിനപ്പുറത്തുള്ള 7 മണ്ഡലങ്ങൾ. അതാണ്, അല്ലാതെ ശാസ്ത്രം ഇന്ന് കണ്ടെത്തിയ കാര്യങ്ങളല്ല. ഇതൊക്കെ അല്ലാഹു വളരെ നേരത്തെ തന്നെ മനുഷ്യർക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളാണ്. ഇൻഷാ അല്ലാഹ് ലതർകബുന്ന തബഖൻ അൻ തബഖ്, പടിപടിയായി നിങ്ങൾ ഉയരും. പുതിയ പുതിയ ഗവേഷണങ്ങളും പുതിയ പുതിയ കണ്ടെത്തലുകളും വരുമ്പോ ഒരുപക്ഷെ ശാസ്ത്രം അങ്ങോട്ടും കുതിച്ചേക്കാം. നമ്മൾ ആ കാര്യത്തിന്റെ സാധ്യതയെ ഒരിക്കലും തള്ളിക്കളയുന്നില്ല. മറിച്ച് ഇവിടെ പറഞ്ഞു വന്നത് ആകാശവും ഭൂമിയും ഉൾക്കൊള്ളുന്ന ഈ പ്രപഞ്ചമുണ്ടല്ലോ, ആ പ്രപഞ്ചം ഒരാദി പദാർത്ഥമായിരുന്നു, ഒരാദി പിണ്ഡമായിരുന്നു. ആ ആദി പിണ്ഡം അതെല്ലാം ഒട്ടിച്ചേർന്നു ഒന്നായിരുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ സൂറത്ത് അംബിയായിലൂടെ 21 അധ്യായം സൂറത്ത് അംബിയ 30 മുതലുള്ള വചനങ്ങളിൽ ഏറെക്കുറെ 3 സൂക്തങ്ങളിലായി ഈ കാര്യം അല്ലാഹു മനുഷ്യരെ പഠിപ്പിക്കുന്നുണ്ട്. സൂറത്ത് അംബിയായിലൂടെ അല്ലാഹുവിന്റെ ചോദ്യം, അല്ല സത്യനിഷേധികളായ ആളുകൾ കാണുന്നില്ലേ ആകാശവും ഭൂമിയുമെല്ലാം ഒന്നു ചേർന്ന ഒരാദി പദാർത്ഥമായിരുന്നു. ബിഗ് ബാങ് തിയറി, അതാണ് ആധുനിക ശാസ്ത്രം ഏറെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു തിയറി. ഇന്ന് നിലനിൽക്കുന്ന അവരുടെ ഗവേഷണങ്ങളിൽ വ്യത്യസ്തങ്ങളായ 3ഓളം കാഴ്ചപ്പാടുകൾ, ലമൈറ്ററെ പോലെയുള്ള വളരെ വിഖ്യാതന്മാരായ ശാസ്ത്രകാരന്മാരുടെ കാഴ്ചപ്പാടുകൾ. അവർ പറയുന്ന പ്രപഞ്ചത്തിന്റെ തുടക്കം, ഇപ്പൊ നമ്മൾ സാധാരണ തൃശ്ശൂർ പൂരമൊക്കെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരവസ്ഥ ഉണ്ടല്ലോ, നമ്മൾ കാണുന്ന ആകാശഗംഗയിൽ മിന്നിമറിഞ്ഞ് അല്ലെ, അങ്ങനെ പൊട്ടി നാനാഭാഗത്തേക്കും ചിന്നിച്ചെതറുന്ന വെടിക്കോപ്പുകൾ, പടക്കങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ തെറിച്ചു പോകുന്ന ഒരു കുറ്റിയിൽ നിന്ന് മുകളിലേക്ക് വന്ന് അതിന്റെ വെടിമരുന്നുകൾ നാനാഭാഗത്തും വ്യത്യസ്ത പുഷ്പങ്ങളെപ്പോലെ പൊട്ടിവിരിഞ്ഞ് നമ്മൾ കാണുന്ന പല കാര്യങ്ങളും മനുഷ്യനിർമ്മിതമായ കാര്യങ്ങൾ. ലമൈറ്ററെ പോലെയുള്ള ശാസ്ത്രകാരന്മാർ പറയുന്നത് ഈ ഗോളങ്ങൾ, ഈ ഗാലക്സികൾ, ഈ പൊട്ടുകൾ ഒരു ബലൂണിലെ പൊട്ട് പോലെ വികസിച്ചുകൊണ്ടേയിരിക്കും, അവസാനിക്കാതെ അത് വികസിച്ച് ലോകം വലിയ വികാസം പ്രാപിച്ച് അവസാനം അത് ഏതൊരു കുറ്റിയിൽ നിന്നാണോ പുറപ്പെട്ടത് അതിലേക്ക് തന്നെ അത് തിരിച്ചു വരുന്നൊരവസ്ഥ. ഈ ഗോളങ്ങളെല്ലാം ഒരാദി പദാർത്ഥമായി അതിൽ നിന്ന് പൊട്ടിത്തെറിച്ചു, ഒരു കുറ്റിയിൽ നിന്ന് തെറിച്ചുപോയി, എന്നിട്ടത് തിരിച്ചതേ കുറ്റിയിലേക്ക് തന്നെ വന്നു വീഴുന്ന അത്ഭുതകരമായ ഒരു ഗവേഷണമാണ്, കാഴ്ചപ്പാടാണ് ലമൈറ്ററെ പോലെയുള്ള ശാസ്ത്രകാരന്മാർ ഈ വിഷയത്തിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത്. സ്റ്റീഫൻ ഹോക്കിങ്ങിനെ പോലെയുള്ള ആളുകൾ കുറെ കൂടെ വിശാലമായ ഒരു ലോകത്തേക്കാണ് അവരുടെ യാത്ര. വിശുദ്ധ ഖുർആൻ, അതായത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മനുഷ്യരെ ഇരുത്തി ചിന്തിപ്പിച്ചുകൊണ്ട് ഖുർആൻ ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ് നമ്മൾ വിശുദ്ധ ഖുർആനിലൂടെ ഒന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ്. അവലം യറല്ലദീന കഫറു അന്നസ് സമാവാതി വൽഅർദ് കാനതാ റത്കൻ ഫഫതഖ്നാഹുമാ വജഅൽനാ മിനൽ മാഇ കുല്ല ഷൈഇൻ ഹയ്യ് അഫലാ യുഅ്മിനൂൻ. വിശുദ്ധ ഖുർആനിലെ ഒരു വചനമാണ്. 21 അധ്യായം സൂറത്ത് അംബിയയിലെ 30-ാമത്തെ വചനമാണ്. നോക്കൂ, ആകാശങ്ങളും ഭൂമിയും ഒട്ടിച്ചേർന്നതായിരുന്നു എന്ന് അവർ കാണുന്നില്ലേ? സത്യനിഷേധികളായ ആളുകൾ കാണുന്നില്ലേ? ആകാശവും ഭൂമിയുമെല്ലാം ഒട്ടിച്ചേർന്ന് അതെല്ലാം ഒന്നു ചേർന്നതായിരുന്നു, നാമാണ് അതിനെ വേർപെടുത്തിയത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. അപ്പോ ആകാശവും ഭൂമിയും ഇന്ന് 2 ദിക്കുകളിലായി. നമ്മൾ ഈ കാണുന്നൊരവസ്ഥയുണ്ടല്ലോ, നമ്മുടെ കണ്ണുകളെ കൊണ്ട് കാണാൻ കഴിയാത്ത തൂണുകളാൽ അല്ലാഹു ആകാശത്തെ നാട്ടി നിർത്തി എന്ന് പറയും. വിശുദ്ധ ഖുർആൻ പറയും, പലയിടങ്ങളിലായി പറയും. അപ്പൊ നമ്മുടെ കണ്ണുകളെ കൊണ്ട് കാണാൻ കഴിയാത്ത തൂണുകളാൽ ബന്ധിപ്പിക്കപ്പെട്ട ആകാശവും ഭൂമിയും ഇന്ന് കാണുന്ന അവസ്ഥയിലായിരുന്നില്ല. അതെല്ലാം ഒരാദി പിണ്ഡമായിരുന്നു, ഒരാദി പദാർത്ഥമായിരുന്നു, പൊട്ടിച്ചേർന്നതായിരുന്നു. ബിഗ് ബാങ് തിയറി എന്ന് പറയുന്ന ഒരു പൊട്ടിത്തെറിയിലൂടെ ഈ കാണുന്ന വ്യവസ്ഥയിൽ ഇന്ന് ഭൂമിയും ആകാശവും ഗോളങ്ങളും എല്ലാം കാണുന്ന വ്യവസ്ഥയിലേക്ക് അല്ലാഹു ഇതിനെ വ്യവസ്ഥപ്പെടുത്തി എന്ന് ഖുർആൻ. അവർ യറല്ലദീന കഫറു അന്നസ് സമാവാതി വൽഅർള കാനതാ റത്കൻ വഫതഖ്നാഹുമാ വജഅൽനാ മിനൽ മാഇ കുല്ല ഷൈഇൻ ഹയ്യ് അഫലാ യുഅ്മിനൂൻ. ആകാശങ്ങളും ഭൂമിയും ഒന്നു ചേർന്നതായിരുന്നു എന്നിട്ട് നാം അവയെ വേർപെടുത്തുകയാണ് ഉണ്ടായത് എന്നും സത്യനിഷേധികൾ കണ്ടില്ലേ? ഇതെല്ലാം ഒന്നു ചേർന്നതായിരുന്നു. അതിനെ ഇന്ന് കാണുന്ന ഈ വ്യവസ്ഥയിൽ ഇന്ന് ലോകം ശാസ്ത്രം സ്ഥിരീകരിച്ച് ഏറെ പ്രചാരം നേടിയിട്ടുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബിഗ് ബാങ് തിയറി എന്ന് പറയുന്നത്. അപ്പൊ
ബിഗ് ബാങ് തിയറി, അതാണ് ആ ബിഗ് ബാങ്, ഒരു പൊട്ടിത്തെറി, ഒരു വലിയ പൊട്ടിത്തെറി ഉണ്ടായി എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആൻ പറയുന്നത് എല്ലാ ജീവവർഗങ്ങളുടെയും ഉത്ഭവത്തെ സംബന്ധിച്ചും ഖുർആൻ പറയുന്നു, എല്ലാ ജീവവർഗങ്ങളുടെയും ഉത്ഭവം വെള്ളത്തിൽ നിന്നാകുന്നു എന്നാണ്. ആധുനിക സയൻസ് ഏറെ ഗൗരവമായി. ഇപ്പൊ നമുക്കറിയാം ചൊവ്വയിൽ ജീവജാലങ്ങൾ ഉണ്ടോ, കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ട ചൊവ്വയിൽ ജീവനുണ്ട്, വെള്ളത്തിന്റെ അംശമുണ്ട് എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള ചർച്ചകൾ ഒന്നും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ചൊവ്വയിൽ ജീവനുണ്ടോ? ഒരു സ്ത്രീ ഇറങ്ങി വരുന്നത് പോലെ പലയിടങ്ങളിലും ചന്ദ്രനിലുമൊക്കെ അങ്ങനെ വിവാദമായ പലതും, ഇല്ലാത്തതും ഉള്ളതും കള്ളക്കഥകളും എല്ലാം ശാസ്ത്രലോകത്തുണ്ട്. പരിണാമ സിദ്ധാന്തം ഇന്ന് കള്ളക്കഥയായി തീർന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ശാസ്ത്ര വിദ്യാർത്ഥികൾ പോലും ചവറ്റുകൊട്ടയിലേക്ക് തള്ളിയ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ശാസ്ത്രം അന്തിമമായ വാക്കായി ആരും കരുതേണ്ടതില്ല. മറിച്ച് ഇങ്ങനെയൊക്കെ ശാസ്ത്രലോകം പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്ന് പറയാനാണ് യഥാർത്ഥത്തിൽ ഇത്. അപ്പൊ ആകാശവും ഭൂമിയും ഒന്നു ചേർന്നതായിരുന്നു എന്നും എല്ലാ ജീവവർഗങ്ങളുടെയും ഉത്ഭവം വെള്ളത്തിൽ നിന്നാണ് എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല 14 നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിലൂടെ പടച്ചതമ്പുരാൻ പഠിപ്പിക്കും. എന്നിട്ട് പറഞ്ഞു, വജഅൽനാ മിനൽ മാഇ കുല്ല ശൈഇൻ ഹയ്യ്, എല്ലാ ജീവവർഗങ്ങളുടെയും ഉത്ഭവം വെള്ളത്തിൽ നിന്നാകുന്നു എന്നവർ കാണുന്നില്ലേ? എന്നിട്ട് അല്ലാഹുവിന്റെ ഒരു ചോദ്യം, അഫലാ യുഅ്മിനൂൻ, അഫലാ യുഅ്മിനൂൻ, എന്നിട്ടും അവർ വിശ്വസിക്കുന്നില്ലേ? നോക്കൂ, ഇത്ര ക്ലിയർ ആയിട്ട് ലോകത്തിന്റെ ഉത്ഭവത്തെ കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് ആകാശഭൂമികൾ ഒന്നു ചേർന്നതായിരുന്നു എന്ന് പറഞ്ഞിട്ട് ശരിക്കും ശാസ്ത്രകാരന്മാരോട് പോലുമുള്ള ഒരു ചോദ്യമാണ്, അഫലാ യുഅ്മിനൂൻ, നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? ശാസ്ത്രകാര, നീ ലോകത്തോട് വിളിച്ചു പറയുന്നുണ്ടല്ലോ ആകാശവും ഭൂമിയും എല്ലാം ഒരാദി പദാർത്ഥത്തിന്റെ ഭാഗമായിരുന്നു, അവിടെ നിന്നാണ് ഈ സ്ഫോടനം എന്ന് നീ പറയുന്നുണ്ടല്ലോ. എന്നിട്ട് അല്ലാഹുവിന്റെ ചോദ്യം, അഫലാ യുഅ്മിനൂൻ, നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ എന്ന്, നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ എന്ന് ഗൗരവമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും. അല്ല, നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ എന്ന ചോദ്യം. അപ്പോ ഈ ഒരു അവസ്ഥ, ഭൂമിയുടെ ഒരു തുടക്കം, ലോകത്തിന്റെ ഒരു തുടക്കം, ആ തുടക്കമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും അങ്ങനെ ഒരു തുടക്കം. അപ്പൊ മനുഷ്യവാസമില്ലാത്ത, മനുഷ്യരെ ഈ ഭൂമുഖത്ത് ജീവിച്ചിട്ടില്ലാത്ത ഒരു കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച പടച്ചതമ്പുരാൻ പറയുന്നു മനുഷ്യരെ ഇങ്ങനെ. എന്നിട്ട് പടച്ചതമ്പുരാൻ പറഞ്ഞു, വജഅൽനാ ഫിൽ അർളി റവാസി അൻ തമീദ ബിഹിം വജഅൽനാ ഫീഹാ ഫിജജാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയത്തിൽ പറയുകയാണ്, ഭൂമിയെ നാം നിങ്ങൾക്കൊരു വിരിപ്പാക്കി തന്നു. ഭൂമിയെ നിങ്ങൾക്ക് ജീവവസ്തുക്കൾക്കും എല്ലാം അവയ്ക്ക് വേണ്ടി അല്ലാഹു ഈ ഭൂമുഖത്തെ സംവിധാനിച്ചു. ഭൂമി അവരെയും കൊണ്ട് ഇളകാതിരിക്കാൻ പർവ്വതങ്ങളെ ആണികളാക്കി. അതാണ് പടച്ചതമ്പുരാൻ പറയുന്നത്, പർവ്വതങ്ങളെ ആണികളാക്കി തന്നു. ആകാശത്തെ ഒരു സുരക്ഷിതമായ മേൽക്കൂരയാക്കി. ആകാശം ഒരു സുരക്ഷിതമായ മേൽക്കൂരയാണ്. നമുക്കറിയാം ഓസോൺ ലെയർ ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും ചൂടുപിടിച്ച ചർച്ചകളിൽ ഒന്നാണ് ഗ്ലോബൽ വാർമിംഗ്, ആഗോളതാപനം. എന്താണ് ആഗോളതാപനം? എന്താണ് ആഗോളതാപനം? നിങ്ങൾക്കറിയാം, ജപ്പാനിലെ ഉച്ചകോടിയിൽ ഏറ്റവും ഗൗരവമായി വന്നിട്ടുള്ള സബ്ജക്ട് തന്നെ ഗ്ലോബൽ വാർമിംഗിനെ കുറിച്ചുള്ള ചർച്ചയായിരുന്നു. ആഗോളതാപനം, CFC എന്ന് ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ക്ലോറോ ഫ്ലോറോ കാർബൺ, അത് അന്തരീക്ഷത്തിൽ 70 കൊല്ലം മുതൽ 140 കൊല്ലം വരെ ജീവിക്കുന്നു. അത്രയേറെ ആയുസ്സുണ്ട് ഒരു ക്ലോറിൻ ആറ്റത്തിന് എന്നാണ് മോഡേൺ സയൻസ് പറയുന്നത്. ഫ്രിഡ്ജുകളിൽ നിന്ന്, AC റൂമുകളിൽ നിന്ന് പുറത്തു പോകുന്ന CFC എന്ന വാതകം ഓസോൺ ലെയറിന് വമ്പിച്ച ദ്വാരങ്ങൾ വീഴ്ത്തിക്കൊണ്ടിരിക്കുന്നു എന്ന പഠനം. ഓസോൺ ലെയർ തകർന്നുകൊണ്ടിരിക്കുന്നു. അവിടെ അല്ലാഹു ഉപയോഗിച്ചിട്ടുള്ളത് സുരക്ഷിതമായ മേൽക്കൂര എന്നാണ്. 2000 മുതൽ 3000 വരെ ആംസ്ട്രോങ് തരംഗദൈർഘ്യമുള്ള അൾട്രാവയലറ്റ് രശ്മികളും കോസ്മിക് രശ്മികളും മനുഷ്യ ശരീരത്തിൽ പതിക്കാതിരിക്കാൻ അല്ലാഹു വെച്ചിട്ടുള്ള സുരക്ഷിതമായ മേൽക്കൂര. അപ്പൊ ഈ ഓസോൺ ലെയർ, ആ ഓസോൺ ലെയറിന് ദ്വാരം വീണുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നത്. ഗ്ലോബൽ വാർമിംഗ്, ആഗോളതാപനം. നിങ്ങൾ നോക്ക്, കേരളത്തിൽ പലയിടങ്ങളിലും മഴയില്ല, ചൂട് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് കണക്ക്. ഓരോ സെക്കൻഡിലും ചൂട് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. സൂര്യന്റെ താപമേറ്റ് മഞ്ഞുമലകൾ ഉരുകിക്കൊണ്ടിരിക്കുന്നു. ആ മഞ്ഞുമലകളുടെ ഉരുക്കം അത് വലിയ നദികളായി, വലിയ പ്രളയങ്ങളായി. സ്വാഭാവികമായി ചൂട് വർദ്ധിക്കുമ്പോ വെള്ളത്തിന്റെ കുറവ് വരികയാണ് ഉണ്ടാവുക. പക്ഷേ മഞ്ഞുമലകൾ ഉരുകുകയും സമുദ്രത്തിന്റെ ജലം വിതാനം ഉയരുകയും
മനുഷ്യന് ഭീതിതമായ ഒരവസ്ഥയിലേക്ക് ലോകത്തിന്റെ സഞ്ചാരം തിരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. മനുഷ്യന്റെ കരങ്ങൾ പ്രവർത്തിച്ച നിമിത്തം കടലിലും കരയിലും കുഴപ്പങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. ബിമാ കസബത്ത് ഐദിന്നാസ്, മനുഷ്യന്റെ കരങ്ങളാണ് അതിന്റെ കാരണം. സുഖലോലുപതയുടെ ഉല്ലസിക്കുന്ന മനുഷ്യന്റെ ആർത്തി, ആ ആർത്തി മനുഷ്യന് വെച്ചിട്ടുള്ള വിന എന്താണ് എന്ന് ഖുർആൻ 30-ാം അധ്യായം സൂറത്തുർ റൂം 41-42 വചനങ്ങളിലൂടെ അള്ളാഹു മനുഷ്യരെ പഠിപ്പിക്കുകയാണ്. അപ്പൊ ആകാശഭൂമികളിലെല്ലാം വമ്പിച്ച ദുരന്തങ്ങൾ വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല 21-ാം അധ്യായം സൂറത്ത് അംബിയ 30-ാമത്തെ വചനം മുതൽ 32 വരെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? അപ്പോ ആകാശം എന്ന മേൽക്കൂര, ഓസോൺ ലെയർ, അതെല്ലാം മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ കാരണം തകർന്നുകൊണ്ടിരിക്കും. ഇനി ഒരു 500 കോടി വർഷം സൂര്യനിൽ ഹൈഡ്രജൻ ഹീലിയമായി മാറുമെന്നാണ് മോഡേൺ സയൻസ് പറയും. 500 കോടി വർഷമെന്ന് ശാസ്ത്രത്തിന്റെ അല്ലേ. എപ്പോഴാണ് ലോകാവസാനം നമുക്ക് പറയാൻ കഴിയില്ല. എപ്പോഴാണ് ഖിയാമത്ത് നാള് നമുക്കൊരാൾക്ക് പറയാൻ കഴിയില്ല. ആരെയും അല്ലാഹു അറിയിച്ചു കൊടുത്തിട്ടില്ല. ആകാശവും ഭൂമിയും സർവ്വചരാചരങ്ങളും എല്ലാം അല്ലാഹുവിന്റെ നിയമങ്ങൾക്ക് വിധേയമാകും. എപ്പോൾ അല്ലാഹു അതിനോട് ആവശ്യപ്പെടുന്നുവോ അപ്പോൾ അത് വിധേയമായി വരുമെന്നാണ് ഖുർആൻ പറയുന്നത്. അനവധി വാചകങ്ങളിലൂടെ ആ കാര്യം പറയുന്നുണ്ട് അല്ലേ. ലോകത്തിന് അന്തിമമായ ഒരു നാശം, സൂര്യൻ വികസിച്ച് ചന്ദ്രനെ വിഴുങ്ങുമെന്ന് സ്റ്റീഫൻ ഹോക്കിംഗ് പറയും. അങ്ങനെ സൂര്യനും ചന്ദ്രനും ഒന്നായി ചേരുന്ന ഒരു വല്ലാത്ത ദിവസം, സൂര്യൻ കെട്ടടങ്ങിപ്പോകുന്ന, അതിന്റെ പ്രകാശം നശിച്ചു പോകുന്ന, നെട്ടറ്റ് വീഴുന്ന മാമ്പഴം പോലെ നക്ഷത്രങ്ങളും ഉതിർന്നു വീഴുന്ന ഒരു ദിവസം വരാനിരിക്കുന്നു എന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചം വീശുകയാണ് വിശുദ്ധ ഖുർആനിലെ അനവധി വചനങ്ങളിലൂടെ. നമുക്ക് ആലോചിക്കാനുള്ള കാര്യം, ലോകം അവസാനിക്കുമോ? തീർച്ചയായും അതെ, ലോകം അവസാനിക്കും, തീർച്ചയായും അതെ. സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഭൂമി ഒരു തൊട്ടിലാണ്. അറിഞ്ഞിടത്തോളം മനുഷ്യവാസമുള്ള ഏകഗോളം, അറിഞ്ഞിടത്തോളം ജീവജാലങ്ങൾക്ക് ജീവിക്കാൻ ഉപയുക്തമായ എല്ലാ കാലാവസ്ഥകളും, ഹേമന്തങ്ങളുണ്ട്, ഗ്രീഷ്മമുണ്ട്, വസന്തമുണ്ട്, എല്ലാ കാലാവസ്ഥകളും റൊട്ടേറ്റ് ചെയ്ത് അല്ലേ, എല്ലാ കാലാവസ്ഥകളും, ആ കാലാവസ്ഥകളെല്ലാം റൊട്ടേറ്റ് ചെയ്തു വരുന്ന ഒരു സംവിധാനത്തിലാണ് അല്ലാഹു ഈ ഭൂമിയെ ഉപയോഗിച്ചിട്ടുള്ളത്. നദികളെല്ലാം ഒഴുകി അല്ലെ, ഒരു ഭാഗത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. എല്ലാം പരന്നു കിടക്കുകയും വെള്ളമെല്ലാം പരന്നു നിൽക്കുകയുമാണെങ്കിൽ ഈ ഭൂമിയിൽ എല്ലായിടത്തും വെള്ളം നിറഞ്ഞ് മനുഷ്യന് ബിൽഡിങ്ങുകൾ ഉണ്ടാക്കാൻ കഴിയില്ല, മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് വെള്ളം ഇങ്ങനെ ഒഴുകുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയുമോ, ഭൂമി ഇങ്ങനെ വൃത്താകൃതിയിൽ, ഗോളാകൃതിയിൽ അല്ലേ, ഞാൻ പറഞ്ഞല്ലോ സെക്കൻഡിൽ 30 കിലോമീറ്റർ വേഗതയിൽ ഭൂമിയിൽ നിങ്ങൾ എത്ര നടന്നാലും ഭൂമി അവസാനിക്കുന്നില്ല. ഈ മേശയുടെ ഈ അറ്റത്തു നിന്ന് നടന്ന് ഈ അറ്റത്തെത്തിയാൽ പിന്നെ നേരെ താഴോട്ടാണ് വീഴുക. പക്ഷേ ഭൂമിയിൽ ഒരിക്കലും അങ്ങനെ സംഭവിക്കുന്നില്ല. കാരണം ഭൂമി ഗോളാകൃതിയാണല്ലോ, ഗോളാകൃതി ഒരിക്കലും അവസാനിക്കില്ല. അപ്പൊ വെള്ളം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഭൂമിയുടെ എല്ലാ ഭാഗത്തും. അള്ളാഹുവിന്റെ ചോദ്യം, സൂറത്തുൽ മുൽക്കിൽ അവസാന ഭാഗമാണ്. നിങ്ങൾക്ക് അള്ളാഹു ഉറവജലത്തെ വറ്റിച്ചു കളഞ്ഞാൽ അതിങ്ങനെ തട്ടുകളായി അള്ളാഹു വെള്ളത്തെ ഒഴുക്കിക്കൊണ്ടുവന്ന് ഓരോ കള്ളികളിലായി സൂക്ഷിക്കുന്ന വല്ലാത്തൊരു പ്രക്രിയ അള്ളാഹുവിന്റെ പ്രകൃതിയുടെ അത്ഭുതമാണ്. ഈ ഭൂമി ഇതെല്ലാം നശിച്ചു പോകുമെന്ന വസ്തുത നാം അറിയണം. വെണ്ടുകീറിയ വലിയ കെട്ടറുകളുള്ള ഈ ഭൂമി, ഒരു ഭൂകമ്പം ഉണ്ടായാൽ ഒരു സെക്കൻഡിന്റെ, അതാണ് നമ്മൾ മനസ്സിലാക്കുക, ഒരു സെക്കൻഡ് അല്ലെങ്കിൽ ഒരു മിനിറ്റിന്റെ പാതി 30 സെക്കൻഡാണ്. നിങ്ങൾക്കറിയാലോ, നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള 2001 ജനുവരി ഗുജറാത്തിലുണ്ടായ ഭൂകമ്പം 30 സെക്കൻഡ്, അര മിനിറ്റാണ് ഉണ്ടായത്. എത്രയായിരം ആളുകളാണ് അവിടെ മരിച്ചു വീണത് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പൊ ഭൂമിയുടെ അന്തിമമായ നാശം കുറിക്കുന്ന, ഇപ്പൊ നമുക്കറിയാം കൊച്ചു ഭൂകമ്പങ്ങൾ, ലോകത്ത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഭൂകമ്പങ്ങൾ, മനുഷ്യരെന്ന് വളരെ ഗൗരവമായി കാണുന്ന ആ ഭൂകമ്പങ്ങളെ കുറിച്ച് തന്നെ നമ്മളൊന്ന് പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമാണ്. നിങ്ങൾക്കറിയാം, ബ്രഹ്മപുത്ര നദി, ബീഹാറിൽ വലിയൊരു ഭൂകമ്പമുണ്ടായി. ബ്രഹ്മപുത്ര നദി തിരിച്ചൊഴുകി. നോക്കൂ, അങ്ങോട്ടൊഴുകിയ നദി ഇങ്ങോട്ട് തിരിച്ചൊഴുകുക. ഹിമാലയം 100 അടി ഉയർന്നു. അങ്ങനെയുള്ളൊരു ഭൂകമ്പത്തിന് നമ്മുടെ ഇന്ത്യ രാജ്യം ബീഹാർ വിധേയമായി. അങ്ങനെയുള്ള ഭൂകമ്പങ്ങൾ അനവധി ഈ ലോകത്ത് നടക്കുകയുണ്ടായി.
അല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, അനവധി ഭൂകമ്പങ്ങൾ. സാൻ ഫ്രാൻസിസ്കോയിൽ ഭൂകമ്പമുണ്ടായി, അർമീനിയയിൽ ഭൂകമ്പമുണ്ടായി. ഈ കൊച്ചു കൊച്ചു ഭൂകമ്പങ്ങൾ പോലും മനുഷ്യനൊരു ചോദ്യചിഹ്നമായി നിലനിൽക്കുകയാണ്. പഠിപ്പിക്കാൻ അല്ലാഹു സൂറത്ത് ഇസ്രായിൽ 17-ാം അധ്യായത്തിൽ ഒരു സ്ഥലത്ത് അല്ലാഹു പറയുന്നുണ്ട്, ലോകത്ത് ഖിയാമത്ത് നാൾ ഉണ്ടാകുന്നതിന് മുമ്പ് എല്ലാ രാജ്യങ്ങളെയും ഭൂകമ്പങ്ങൾ പിടികൂടും. എല്ലാ രാജ്യങ്ങളെയും ഖുർആൻ അങ്ങനെയാ പറയുന്നത്. എല്ലാ രാജ്യത്തും ഭൂകമ്പങ്ങൾ ഉണ്ടാകും. ഇന്ന് ഭൂകമ്പങ്ങളില്ലാത്ത രാജ്യങ്ങളുണ്ടോ? നിങ്ങൾ നോക്കേ, ബ്രഹ്മപുത്ര നദിയുടെ ഗതി തിരിച്ചുവിട്ടു. എങ്ങോട്ടാണോ? നമുക്ക് അത്ഭുതമല്ലേ? ഇങ്ങോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു നദി തിരിച്ചൊഴുകുക എന്നത് അത്ഭുതമല്ലേ? അങ്ങോട്ട് നീന്തി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാള് പെട്ടെന്ന് തന്നെ നേരെ തിരിച്ചിങ്ങോട്ടൊഴുകുന്ന വല്ലാത്തൊരു അത്ഭുതം. ഭൂമിയുടെ ബാലൻസിനെ, അവിടുത്തെ ഭൂമിയുടെ മേൽത്തട്ടിലുള്ള പ്ലേറ്റുകളെ അള്ളാഹു നീക്കി പരസ്പരം കൂട്ടിയിടിച്ച് ഹിമാലയം പോലും, നിങ്ങൾക്കറിയാം, എവറസ്റ്റ് കൊടുമുടി പോലും 100 അടി ഉയർന്നു പോയി എന്ന് പറയുന്ന 1897 ഉണ്ടായിട്ടുള്ള, ആസാമിൽ ഉണ്ടായിട്ടുള്ള ഭൂകമ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇത് നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം നമ്മളൊന്ന് വെറുതെ വിലയിരുത്തി നോക്കൂ. നിങ്ങൾക്കറിയാലോ, 6 മിനിറ്റിനുള്ളിൽ ലോകത്തുണ്ടായ മറ്റൊരു ഭൂകമ്പമാണ്. 6 മിനിറ്റിനുള്ളിൽ 30,000 പേർ 6 മിനിറ്റ് കൊണ്ട്, വെറും 6 മിനിറ്റ് കൊണ്ട് ആലോചിച്ച് നോക്കൂ. 6 മിനിറ്റ് കൊണ്ട് 30,000 പേർ മരിക്കുകയും, അതുപോലെ തന്നെ നിങ്ങൾക്കറിയാലോ, ലെസബൺ എന്ന് പറയുന്ന പട്ടണത്തെ തരിപ്പണമാക്കുകയും യൂറോപ്പിന്റെ 4/1 ഭാഗത്തെ പിടിച്ചുകുലുക്കുകയും ചെയ്ത ഒരു ഭൂകമ്പമുണ്ടായി 1755. നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഈ ഭൂകമ്പങ്ങൾ. അതുപോലെ തന്നെ 8 ലക്ഷത്തിലധികം ആളുകളുടെ കഥ കഴിച്ച മറ്റൊരു ഭൂകമ്പം 1756 ചൈനയിലെ ഷെൽസി എന്ന് പറയുന്ന പട്ടണത്തെ മുഴുവനും തരിപ്പണമാക്കിക്കൊണ്ട് കടന്നുപോയി. ഈ അടുത്ത കാലത്ത് നിങ്ങൾക്കറിയാലോ, ബാം പ്രദേശം ഇറാനിന്റെ 2000 വർഷത്തിന്റെ പഴക്കമുണ്ടായിരുന്ന സംസ്കാരങ്ങളെ അടിച്ചു തരിപ്പണമാക്കിയ ഭൂകമ്പം. ഈ ഭൂകമ്പങ്ങളെ കുറിച്ചെല്ലാം വിശുദ്ധ ഖുർആൻ പറയുന്നത് എന്താണ് എന്ന വസ്തുതയും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള ഭൂകമ്പങ്ങൾ, സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന വളരെ ഗൗരവമായ ഒരു ഹദീസ്, ലോകത്തിന്റെ അവസാനം, ലോകം അവസാനിക്കുമെന്നതിനെ സംബന്ധിച്ചുള്ള ഇസ്ലാമിക പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ലോകം അവസാനിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖിയാമത്ത് നാൾ എന്നാ ഉണ്ടാവുക? നമുക്ക് ആർക്കും പറയാനാവില്ല. നിങ്ങൾക്കറിയാം, ഇടയ്ക്കിടയ്ക്ക് ക്രിസ്ത്യാനികളായ ആളുകൾക്കിടയിൽ 2008 അവസാനിക്കും, 2009 അവസാനിക്കും. ആർക്കും ഈ ലോകത്തിന്റെ അവസാനത്തെ സംബന്ധിച്ച് യാതൊരു വിവരവും പടച്ച തമ്പുരാൻ കൊടുത്തിട്ടില്ല. ഒന്നാമതായി വിശുദ്ധ ഖുർആനിൽ നിന്ന് നമ്മൾ ആ കാര്യം ഒന്ന് മനസ്സിലാക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുള്ള ചില കാര്യങ്ങളാണ് ഞാൻ തുടക്കത്തിൽ പറയും. ഒന്നാമതായി, ഖുർആനിൽ മക്കക്കാരായ ആളുകൾ ചോദിച്ചിരുന്ന വളരെ പ്രധാനമായൊരു ചോദ്യമാണ്, എന്നാണ് ഖിയാമത്ത് നാൾ? ലോകം അവസാനിക്കും എന്നിങ്ങനെ പറയുന്നുണ്ടല്ലോ നിങ്ങൾ. എന്നാണ് ലോകാവസാനം? ലോകം അവസാനിക്കും എന്നതിനെ കുറിച്ച് വേദങ്ങളിലൂടെ പഠിപ്പിക്കപ്പെടുന്നുണ്ടല്ലോ. എപ്പോഴായിരിക്കും ലോകാവസാനം? അതിനെ സംബന്ധിച്ച് അള്ളാഹു ഒരാൾക്കും അറിയിച്ചു കൊടുത്തിട്ടില്ല. വിശുദ്ധ ഖുർആനിലൂടെ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നാസിയാത്തിൽ താഴെ അമ്മജുസയിൽ നമ്മൾ വായിച്ചു പോകുന്ന സൂറത്തുൻ നാസിയാത്ത് 42 മുതൽ 46 വരെയുള്ള സൂക്തത്തിൽ ഈ കാര്യം അള്ളാഹു അടിവരയിട്ട് പറയുന്നു. നമ്മളൊക്കെ എത്രയോ വായിച്ചു പോയിട്ടുള്ളതാണ് സഹോദരന്മാരെ. പക്ഷെ മനസ്സിലേക്ക്, ഹൃദയത്തിലേക്ക് ഒന്ന് അതിനെ ആഴത്തിൽ ഇറക്കി നോക്കൂ നിങ്ങൾ. യസ്അലൂനക അനിസ്സാഅതി അയ്യാന മുർസാഅ ഫീമാ അൻത മിൻ ദിക്റാഹാ ഇലാ റബ്ബിക മുൻതഹാഹാ ഇന്നമാ അൻത മുൻദിറു മൻ യഖ്ശാഹാ കഅന്നഹും യറൗനഹാ ലം യൽബിസു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, യസ്അലൂനക അനിസ്സാഅ, അവർ നിന്നോട് ഖിയാമത്ത് നാളിനെ കുറിച്ച്, ലോകം എപ്പോഴാണ്, ആ അന്തസമയം എപ്പോഴാണ്, അതിനെ സംബന്ധിച്ച്, അത് എപ്പോഴാണ് സംഭവിക്കുക എന്നതിനെ സംബന്ധിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു. ഫീമാ അൻത മിൻ ദിക്റാഹാ, യഥാർത്ഥത്തിൽ പ്രവാചക നിനക്ക് അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? ജനങ്ങളോട് അതിനെ സംബന്ധിച്ച് എന്താ പറയാ? ഖിയാമത്ത് നാൾ എന്ന് നടക്കും, ഏത് വർഷം നടക്കും, എപ്പോൾ നടക്കും, എങ്ങനെയായിരിക്കും അതിന്റെ രൂപം,
അതിനെക്കുറിച്ചൊന്നും നിനക്കറിയില്ല പ്രവാചക. അള്ളാഹുവിന്റെ പ്രവാചക, ലോകം അവസാനിക്കുന്നത് എന്നാണ് എന്നവർ താങ്കളോട് ചോദിക്കുന്നുണ്ടല്ലോ, അതിനെ സംബന്ധിച്ച് താങ്കൾക്ക് പറയാൻ കഴിയില്ല. മാത്രവുമല്ല ഫീമാ അൻത മിൻ ദിക്റാഹാ ഇലാ റബ്ബിക മുൻതഹാഹാ, അതിന്റെ അതായത് ആ നിന്റെ രക്ഷിതാവിങ്കലേക്കാണ് അതിന്റെ യഥാർത്ഥത്തിലുള്ള കലാശം. അള്ളാഹുവിന് മാത്രം അറിയാവുന്ന ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും അള്ളാഹു ഖിയാമത്ത് നാൾ എന്നാണ് എന്നറിയിച്ചു കൊടുത്തിട്ടില്ല. അങ്ങനെ തെറ്റിദ്ധരിക്കുന്ന ചില മുസ്ലിം പണ്ഡിതന്മാരൊക്കെയുണ്ട്. അബദ്ധത്തിൽ അങ്ങനെ പറഞ്ഞു പോയവരുമുണ്ട്. യഥാർത്ഥത്തിൽ അത് ശരിയല്ല. അള്ളാഹുവിന്റെ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും അന്നാസിയാത്തിലൂടെ 42 മുതൽ 46 വരെയുള്ള വചനങ്ങളിൽ അദ്ദേഹം പറയുകയാണ്, അതിനെ ഭയപ്പെടുന്നവർക്ക് ഒരു താക്കീലുകാരൻ മാത്രമാണ് നീ. അതായത് ലോകം അവസാനിക്കും, അതിനുശേഷം ഒരു ജീവിതമുണ്ട്, വരാനിരിക്കുന്ന ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. അവിടെ മനുഷ്യൻ വിചാരണക്ക് വിധേയമാക്കപ്പെടും. നിന്റെ യൗവനം എന്തിനു വേണ്ടി ചെലവഴിച്ചു, നിന്റെ വാർദ്ധക്യം എന്തിനു വേണ്ടി ചെലവഴിച്ചു, നിന്റെ ധനം എന്തിനു വേണ്ടി ചെലവഴിച്ചു, നിന്റെ ആരോഗ്യം എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്നൊക്കെ ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് നീ മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് പ്രവാചക, അങ്ങനെ ഭയപ്പെടുന്നവർക്ക് അതിനെ അവർ കാണുന്ന ദിവസം ഒരു വൈകുന്നേരമോ അല്ലെങ്കിൽ ഒരു പ്രഭാതമോ അല്ലാതെ മറ്റൊന്നും ആയിരിക്കുകയില്ല. അങ്ങനെ കഴിച്ചുകൂട്ടിയതുപോലെ അവർക്ക് തോന്നും. ഖിയാമത്ത് നാൾ വരുമ്പോ ഒരു പ്രഭാതത്തിലോ ഒരു പ്രദോഷത്തിലോ ഈ ഭൂമുഖത്ത് കഴിച്ചുകൂട്ടിയതായി അവർക്ക് തോന്നും. അങ്ങനെ ഒരു ദിവസമാണത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോ വളരെ പ്രധാനമായി ലോകം അവസാനിക്കും എന്നതിനെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നിടത്ത് അത് എന്നാണ് സംഭവിക്കുക അത് നിങ്ങൾക്കൊരാൾക്കും പറയാനാവില്ല. അതിന്റെ അടയാളങ്ങൾ എന്തൊക്കെയായിരിക്കും? ആ കാര്യങ്ങളെല്ലാം അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തൊക്കെ അടയാളങ്ങളുണ്ട്, എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത്, ആ കാര്യം അല്ലാഹു ഖുർആനിലൂടെ. ഇനി നോക്കൂ, യസ്അലൂനക അനിസ്സാഅതി അയ്യാന മുർസാഅ ഖുൽ ഇന്നമാ ഇൽമുഹാ ഇൻദ റബ്ബി. ഖുർആനിലെ 7-ാം അധ്യായം സൂറത്ത് അറാഫ് 187-ാമത്തെ വചനമാണ്. ആ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, പ്രവാചക, യസ്അലൂനക അനിസ്സാഅതി അയ്യാന മുർസാഅ, ആ അന്ത്യസമയത്തെ പറ്റി അവർ നിന്നോട് ചോദിക്കുന്നു. അതെപ്പോഴാണ് ഉണ്ടാവുക, എപ്പോഴാണത് വന്നെത്തുക എന്ന് പറയുക പ്രവാചക. അതിനെപ്പറ്റിയുള്ള അറിവ് എന്റെ രക്ഷിതാവിങ്കൽ മാത്രമാണ്. അതിന്റെ സമയത്ത് അത് വെളിപ്പെടുത്തുക മാത്രമാണ് അല്ലാഹു ചെയ്യുക. അത് അതിന്റെ സമയമാകും അല്ലാഹു അത് വെളിപ്പെടുത്തും. ആർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പറഞ്ഞു കൊടുത്തിട്ടില്ല. എന്നിട്ടോ ആകാശങ്ങളിലും ഭൂമിയിലും അത് ഭാരിച്ചതായിരിക്കും, പെട്ടെന്നല്ലാതെ അത് നിങ്ങൾക്ക് വന്നെത്തുകയില്ല. നീ അതിനെപ്പറ്റി ചുഴിഞ്ഞന്വേഷിച്ച് മനസ്സിലാക്കിയവനാണ് എന്ന രൂപത്തിലാണ് അവർ നിന്നോട് സംസാരിക്കുന്നത്. യഥാർത്ഥത്തിൽ പ്രവാചക, ആർക്കും അത് അറിയിച്ചു കൊടുത്തിട്ടില്ല എന്ന് പടച്ച തമ്പുരാൻ സൂറത്ത് അറാഫ് 187-ാമത്തെ വചനത്തിൽ പറയും. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നുബൂവത്ത് കിട്ടിയ ആ സന്ദർഭത്തിൽ തൂർസീന പർവ്വതത്തിൽ വെച്ച് അല്ലാഹു ഓർമ്മപ്പെടുത്തിയ ഒരു കാര്യം കൂടി ഖുർആൻ ഈ കാര്യത്തിൽ പറയുന്നുണ്ട്. ഇന്ന സാഅത്ത് ആതിയത്തും മഖാദു ഉഖ്ഫീഹാ ലിതുജ്സാ കുല്ലു നഫ്സിൻ ബിമാ തസ്ആ. നോക്കൂ നിങ്ങൾ, തീർച്ചയായും അന്ത്യസമയം വരിക തന്നെ ചെയ്യും, ഖിയാമത്ത് നാൾ വരിക തന്നെ ചെയ്യും മനുഷ്യരെ. എന്നിട്ട് ഓരോ വ്യക്തിയും താൻ പ്രയത്നിക്കുന്നതിനനുസൃതമായി പ്രതിഫലം നൽകപ്പെടാൻ വേണ്ടി ഞാനത് ഗോപ്യമാക്കി വെച്ചിരിക്കുകയാണ്. ലോകത്ത് മനുഷ്യവാസമുള്ള ഇടങ്ങളിലെല്ലാം മനുഷ്യർ ജീവിച്ച് മരിച്ചുപോയ മുഴുവൻ മനുഷ്യരെയും ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ട് ആ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ ഓരോരുത്തരും ചെയ്തു വെച്ച പ്രയത്നത്തിന്റെ ഫലം അവർക്ക് നൽകുന്നതിനു വേണ്ടി ഖിയാമത്ത് നാളിൽ അള്ളാഹു ഗോപ്യമാക്കി വെച്ചിരിക്കുന്നു എന്ന് സൂറത്ത് ത്വാഹ 20-ാം അധ്യായം 15-ാമത്തെ സൂക്തത്തിൽ പറയും. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നഹും യറൗനഹു ബഗീദ വനറാഹു ഖരീബ. നിങ്ങൾ അതിനെ വിദൂരത്തായി കാണുന്നു. എത്രയോ കൊല്ലം കഴിഞ്ഞിട്ടേ ഖിയാമത്ത് നാൾ ഉണ്ടാകൂ എന്നാണ് നിങ്ങളുടെ വിചാരം. വനറാഹു ഖരീബ, നാം അതിനെ സമീപസ്ഥമായി കാണുന്നു. ഇന്നഹും യറൗനഹു ബഗീദ വനറാഹു ഖരീബ, നിങ്ങൾ അതിനെ വിദൂരത്തായി കാണുകയാണ്. തീർച്ചയായും അത് സമീപസ്ഥമാണ്. നിങ്ങളുടെ 2 പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ 2 വിരലുകൾ ഇങ്ങനെ ചൂണ്ടിപ്പിടിച്ചുകൊണ്ട് ഖിയാമത്ത് നാളും ഞാനും ഇത്ര അടുത്തു നിൽക്കുകയാണ് എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. ഇന്നഹും യറൗനഹു ബഗീദ
ബഈദാ വനറാഹു ഖരീബാ. സൂറത്ത് മാരിജ് 70-ാം അധ്യായം നോക്ക് നിങ്ങൾ 6-7 വചനങ്ങളിൽ പറയുകയാണ്, ഇന്നഹും യറൗനഹു ബഈദാ വനറാഹു ഖരീബാ. അതിനവർ വിദൂരത്തായി കാണുന്നു, നാം അതിനെ സമീപസ്ഥമായി കാണുകയാണ്, ഏറ്റവും അടുത്ത് നിൽക്കുകയാണ് ഖിയാമത്ത് നാള്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ 2 പേർ ഫുട്പാത്തിൽ വസ്ത്രത്തിന്റെ ചുരുളയിക്കുമ്പോ അത് മടക്കി വെക്കുന്നതിന് മുമ്പ് അത് നിവർത്തിപ്പിടിച്ചിരിക്കവേ ഖിയാമത്ത് നാൾ അവരെ വന്നു ചേരുന്നതാണ്. ഒരു ഫുട്പാത്തിലെ കച്ചവടക്കാരൻ ഒരു ഷർട്ട് ഉയർത്തിപ്പിടിച്ചിട്ട് അത് മടക്കി വെക്കുന്നതിന് മുമ്പ് ഖിയാമത്ത് നാൾ ഉണ്ടാകുമെന്ന് അല്ലാഹുവിന്റെ റസൂല് പ്രവാചക തിരുമേനി, വഹിയുള്ള പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഒരാള് ഒട്ടകത്തെ കറന്ന് അതിന്റെ പാലുമായി വീട്ടിലേക്ക് കയറുന്നതിന് മുമ്പ് ഖിയാമത്ത് നാൾ അവരെ പിടികൂടുന്നതാണ്. ഒരാള് ഒട്ടകത്തിനെ കറന്നുകൊണ്ട് അതിന്റെ പാലുമായി വീട്ടിൽ കയറി ചെല്ലുന്നതിന് മുമ്പ് ലോകം അവസാനിക്കും. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ലോകത്താരെങ്കിലും സുനാമി ഉണ്ടാകുന്നതിന് മുമ്പ് കടലിൽ മീൻ പിടിച്ചിരുന്ന ആളുകൾ, കപ്പലിൽ കയറിയിരുന്ന ആളുകൾ, ലോകത്ത് ഫ്ലൈറ്റിൽ സഞ്ചരിച്ച ആളുകൾ, ഭൂമിയിൽ ക്രിക്കറ്റ് കളിക്കുന്ന ആളുകൾ, ലോകത്ത് യഥേഷ്ടം വിഹരിക്കുന്ന ആളുകൾ, അവര് വിചാരിച്ചിട്ടില്ല ഈ ഭൂമി കുലുങ്ങുമെന്ന്, ഈ ഭൂമി നശിക്കുമെന്ന്, നാളെ സുനാമി ഉണ്ടാകുമെന്ന് അവരിൽ ഒരാളും വിചാരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അല്ലാഹു പറയുന്നത്, വമാ യുഅമ്മറു മിൻ മുഅമ്മരിൻ വലാ യുൻഖസു മിൻ ഉംരിഹി ഇല്ലാ ഫീ കിതാബ് ഇന്ന ദാലിക അലല്ലാഹി യസീർ. ആരൊക്കെ ഇവിടെ കുറെ കാലം ജീവിക്കും, ആർക്കൊക്കെ ദീർഘായുസ്, ആരൊക്കെ ഹ്രസ്വായുസ്. 35-ാം അധ്യായം സൂറത്തു ഫാത്തിറാണ്, 11-ാമത്തെ വചനമാണ്. വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദൻ വമാ തദ്രീ നഫ്സും ബിഅയ്യി അർളിൻ തമൂത്. നാളെ എന്ത് സംഭവിക്കും, എവിടെയൊക്കെ സുനാമി ഉണ്ടാകും, എവിടെയൊക്കെ ആർത്തിരമ്പുന്ന തിരമാലകൾ മനുഷ്യരെ വിഴുങ്ങിക്കൊണ്ടുപോകും, ഒരാൾക്ക് പറയാനാവില്ല. അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ, ഇതെന്തൊക്കെ സംഭവിക്കുമെന്ന് ഒരാൾക്കും പറയാനാവില്ല. അതുകൊണ്ട് പ്രവാചക തിരുമേനി പറയുകയാണ്, ഒരാൾ കുഴിവെള്ളം നിറയ്ക്കവേ, ഒരു കുടിയിൽ വെള്ളം നിറയ്ക്കവേ, അത് കുടിക്കാൻ കൊടുക്കുന്നതിന് മുമ്പ് ഒരു വെള്ളം സംഭരണിയിൽ വെള്ളം സംഭരിച്ചു കൊണ്ടിരിക്കവേ, അത് ആളുകൾക്ക് കുടിക്കാൻ സപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ലോകം അവസാനിക്കുകയുമാവാം. ഒരു ഉരുളവായിലേക്ക് ഉയർത്തിക്കൊണ്ടിരിക്കവേ, ഭക്ഷണത്തിന്റെ പ്ലേറ്റിൽ നിന്ന് ഒരു ഉരുളവായിലേക്ക് വെക്കുന്നതിന് മുമ്പ് അതവരെ പിടികൂടുമെന്ന് അല്ലാഹുവിന്റെ റസൂല് ജീവിതത്തിൽ ഒരിക്കലും നുണ പറഞ്ഞിട്ടില്ലാത്ത, ആര് നിങ്ങളെ ചതിച്ചാലും ഞാൻ നിങ്ങളെ ചതിക്കുകയില്ല, ആര് നിങ്ങളോട് നുണ പറഞ്ഞാലും ഞാൻ നിങ്ങളോട് നുണ പറയുകയില്ല എന്ന് കുലിൽ ഹഖ വലൗ കാന മുറാ, കൈപ്പാണെങ്കിലും നിങ്ങൾ സത്യമേ പറയാവൂ എന്ന് ലോകത്തെ പഠിപ്പിച്ച മഹാനായ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫുട്പാത്തിൽ കച്ചവടം നടക്കവേ, അവിടെ ബഹളമയമായ അന്തരീക്ഷത്തിൽ ലോകമൊന്ന് കുലുങ്ങിയേക്കാം. അഫാമിനാഹിൽ ഖുറാ അയ്യഉതിയും ബൗസുനാ ബയാതൻ വഹും നായിമൂൻ. ആ പട്ടണക്കാർ നിർഭയരായിരിക്കുകയാണോ, അല്ലാഹുവിന്റെ ശിക്ഷ അവരെ പിടികൂടുകയില്ലെന്ന് അവർ വിചാരിച്ചിരിക്കുകയാണോ എന്ന് അല്ലാഹു സൂറത്ത് അറാഫിലൂടെ ചോദിക്കുകയാണ്. മനുഷ്യരെ, പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഇവിടെ ഒരു ന്യൂനപക്ഷം ആളുകളാണ്. കോടിക്കണക്കിന് മനുഷ്യർ ലോകത്തിന്ന് പല തിന്മകളിലും വ്യാപൃതരാകുന്ന ഒരു പ്രത്യേകമായ സാഹചര്യത്തിലാണ് സൈബർ സെക്സിന്റെ മുമ്പിൽ, ഇന്റർനെറ്റിന്റെ മുമ്പിൽ ലോകത്ത് സെക്സ് മാത്രം കാണുന്ന യൗവനം പൊലിഞ്ഞു പോകുന്ന ഒരു നൂറ്റാണ്ടിൽ ജീവിതത്തിന്റെ എല്ലാ പ്രാരാബ്ദങ്ങളും, എല്ലാ മോഹങ്ങളും, എല്ലാ അഭിലാഷങ്ങളും ഇത്തരത്തിലുള്ള സെക്സിന്റെ മുമ്പിൽ കഴിച്ചുകൂട്ടുന്ന മയക്കുമരുന്നാണ് അഭയമെന്ന് വിചാരിച്ചു പോയ പുതിയ യുവാക്കൾ ജീവിക്കുന്ന പുതിയ ലോകത്ത് അല്ലാഹുവിന്റെ ചോദ്യം, വലൗ അന്നാ അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൂ ലഫതഹ്നാ അലൈഹിം ബർകാത്തിൻ മിനസ് സമാഇ വൽ അർദ് വലാകിൻ കദ്ദബൂ ഫഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വലൗ അന്നാ അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൂ, ആ പട്ടണക്കാർ, ഇതാ നിങ്ങൾ നോക്കുക, ആ നാടുകളിലുള്ളവർ വിശ്വസിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും നാം അവർക്ക് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു കൊടുക്കുമായിരുന്നു. എന്നിട്ട് അല്ലാഹുവിന്റെ ചോദ്യം, അഫാമിനാഹുൽ ഖുറാ അയ്യതിയഹും ബൗസുനാ ബയാതൻ വഹും നായിമൂൻ.
ആ പട്ടണക്കാർ ഉറങ്ങിക്കിടക്കുമ്പോ അവർ നിർഭയരാണോ? അള്ളാഹുവിന്റെ ശിക്ഷ അവരെ പിടികൂടുകയില്ലെന്ന് അവർ വിചാരിച്ചിരിക്കുകയാണോ? മറീന ബീച്ചിൽ ഞായറാഴ്ച 8 മണിക്ക് 10,000-കണക്കിന് ആളുകൾ നിൽക്കുമ്പോ അങ്ങ് മെല്ലെ വന്ന ഒരു തിരമാല, അത് വലിയ തീജ്വാല പോലെ, ഒരു വലിയ ഗോളം പോലെ, പർവ്വതം പോലെ, മഹാനായ മൂസാ നബി നിങ്ങൾക്കറിയാം ചെങ്കടൽ കിടക്കുമ്പോ അതൊരു പർവ്വതം സമാനമായി തിരമാല മാറി നിന്നു. അത് വൻമതിൽ കണക്കെ തിരമാല മാറുന്നു എന്ന് ഖുർആൻ പറയുമ്പോ അതിനെ നിഷേധിച്ചവർ, നിങ്ങൾക്കറിയാം ഇന്തോനേഷ്യയിലെ പ്രധാനമന്ത്രി പറയുകയാണ്, എന്റെ ആയുസിനിടയിൽ തിരമാല ഇങ്ങനെ ബണ്ട് കെട്ടി നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, വൻമതില് പോലെ തിരമാല ചീറി വന്നതും ഞാൻ കണ്ടിട്ടില്ല. അഫാമിനാഹിലിൽ ഖുറാ അയ്യതിയഹും ബൗസുനാ ബയാതൻ വഹും നായിമൂൻ. ആ പട്ടണക്കാർ ഉറങ്ങുമ്പോ എത്രയെത്ര ഭൂകമ്പങ്ങളാണ്, എത്രയെത്ര സുനാമികളാണ്. ഗുജറാത്തിൽ ഭൂകമ്പമുണ്ടായി, തകർന്നു കിടക്കുന്ന ബിൽഡിങ്ങിന്റെ അടിയിൽ ഒരു മാതാവിന്റെ മാറിടത്തിൽ 81 മണിക്കൂർ സൈന്യം മുകർന്നുകൊണ്ട് കിടന്ന മുർത്താസ് അലിയെ നിങ്ങൾ കേട്ടിട്ടില്ലേ? മാതാവ് മരിച്ചിട്ട് ആ മാതാവിന്റെ മാറിടത്തിൽ നിന്ന് രക്തം ഊട്ടി കുടിക്കേണ്ടി വന്ന, പാലെന്ന വ്യാജേന രക്തം പോലും കുടിക്കേണ്ടി വന്ന മുർത്താസ് അലിയെ ഏതോ ഒരു മനുഷ്യനെന്ന് സംരക്ഷിക്കുന്നുണ്ട്. ആ കുട്ടി വളരുന്നുണ്ട്, പിച്ച വെച്ചവൻ നടന്നിട്ടുണ്ട്, അവനെന്നും ജീവിച്ചിരിപ്പുണ്ട്. അങ്ങനെ എത്രയെത്ര ഭൂകമ്പങ്ങൾ. അഫാമിനാഹിലിൽ ഖുറാ അയ്യതിയഹും ബൗസുനാ ബയാതൻ വഹും നായിമൂൻ. ആ പട്ടണക്കാർ അഫാമിനാഹിലിൽ ഖുറാ അയ്യതിയഹും ബൗസുനാ വഹും യൽഅബൂൻ. അല്ലാഹുവിന്റെ ചോദ്യമാണ്, അല്ല നിങ്ങളൊക്കെ കൊച്ചിയിലും മട്ടാഞ്ചേരിയിലും എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ജീവിക്കുന്ന പട്ടണക്കാരെ, ഗ്രാമക്കാരെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അല്ല നിങ്ങളുടെ പിടികൂടുകയില്ല എന്ന്, ശിക്ഷ വരില്ല എന്ന്? സൂറത്ത് ആറാഫിലെ 96 മുതൽ 99 വരെയുള്ള വചനങ്ങളാണ്. അഫഅമിനു മക്റല്ലാഹ് ഫലാ യഅമനു മക്റല്ലാഹി ഇല്ലൽ ഖൗമുൽ ഖാസിറൂൻ. അല്ലാഹുവിന്റെ ചോദ്യമാണ്. അപ്പോൾ അല്ലാഹുവിന്റെ തന്ത്രത്തെ പറ്റി അവർ നിർഭയരായിരിക്കുകയാണോ? എന്നാൽ കഷ്ടം പറ്റിയ, നഷ്ടം സംഭവിച്ച ഒരു ജനതയല്ലാതെ, ഒരു വിഭാഗമല്ലാതെ അള്ളാഹുവിന്റെ തന്ത്രത്തെ പറ്റി നിർഭയരായിരിക്കുകയില്ല. അപ്പൊ ഏത് നിമിഷവും ഭയപ്പെടണം, ഏത് നിമിഷവും ഈ ഭൂമി കുലുങ്ങാം. നമ്മുടെ നിയന്ത്രണത്തിലല്ല, നമുക്കൊരാൾക്കും ഇതിനെ നിയന്ത്രിക്കാൻ കഴിയില്ല, ഒരു മനുഷ്യനും ഇതിനെ നിയന്ത്രിക്കാൻ കഴിയില്ല. അതുകൊണ്ട് മനുഷ്യരെ, അഫാമിനു മക്റല്ലാഹി ഫലാ യഅമനു മക്റല്ലാഹി ഇല്ലൽ ഖൗമുൽ ഖാസിറൂൻ. അല്ലാഹുവിന്റെ തന്ത്രം അത് അപാരമാണ്. അതുകൊണ്ട് അതിനെ ഭയപ്പെടണം. അതിനെ ഭയപ്പെടാതെ ജീവിക്കല്ലേ. ഒരു വലക്കണ്ണ് നിങ്ങൾ നോക്ക്, ഒരു മുക്കുവൻ വലക്കണ്ണി അഴിക്കുന്നതിന് മുമ്പ് ആ സുനാമി നിങ്ങളെ വന്ന് പിടികൂടാം, ആ ആർത്തനാദം നിങ്ങളെ വന്ന് പിടികൂടാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുകൊണ്ട് മനുഷ്യരെ, ഭൂകമ്പമായി, തീജ്വാലകളായി, ഈ ഭൂമി പിളർക്കലായി ഖിയാമത്ത് നാൾ വന്നു ചേരാനുണ്ട്. ഈ വസ്തുത നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പല കാര്യങ്ങളും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. വകയ്യിൻ മിൻ ആയത്തിൻ ഫിസ് സമാവാതി വൽ അർളി യമുറൂന അലൈഹാ വഹും അൻഹാ മുഗ്രിലൂൻ. ആകാശങ്ങളിലും ഭൂമിയിലും എത്രയെത്ര ദൃഷ്ടാന്തങ്ങളാണ് അവയെ അവഗണിച്ചുകൊണ്ട് അവരവരുടെ അടുത്തുകൂടെ നടന്നു പോകുന്നത്. ഭൂമിയിൽ എത്ര ദൃഷ്ടാന്തങ്ങൾ, ആകാശത്ത് എത്ര ദൃഷ്ടാന്തങ്ങൾ. ആ ദൃഷ്ടാന്തങ്ങൾ അവഗണിച്ചുകൊണ്ട് മനുഷ്യരെങ്ങനെ നടന്നു പോവുകയാണ്. സൂറത്ത് യൂസുഫിലൂടെ 12-ാം അധ്യായം 105-ാമത്തെ വചനമാണ്. വകയ്യിൻ മിൻ ആയത്തിൻ, എത്ര ആയത്തുകളാണ്, ഫിസ് സമാവാതി വൽ അർളി, ആകാശത്തിലും ഭൂമിയിലും എത്ര ദൃഷ്ടാന്തങ്ങളാണ്. യമുറൂന അലൈഹാ, അതിന്റെ അടുത്തുകൂടെ അവരെങ്ങനെ നടന്നു പോവുകയാണ്. വഹും അൻഹാ മുഗ്രിലൂൻ, അശ്രദ്ധരായിട്ട് തിരിഞ്ഞു കളയുന്ന ആളുകളായിട്ട് ആകാശഭൂമികളുടെ അത്ഭുതങ്ങൾ കണ്ടിട്ട്. വഫിൽ അർളി ആയാതുൽ ലിൽ മുഖിനീൻ വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അദാരിയാത്തിൽ 51-ാം അധ്യായം 20-21 വചനങ്ങളിൽ പറയുന്നതാണ്, ഭൂമിയിൽ എത്രയെത്ര ദൃഷ്ടാന്തങ്ങളാണ്. വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ, നിങ്ങളുടെ ശരീരം ഒരത്ഭുതങ്ങളുടെ കലവറയല്ലേ, അത്ഭുതങ്ങളുടെ കലവറയല്ലേ മനുഷ്യരെ. നിങ്ങളെന്താ ചിന്തിക്കാത്തത്? ഈ അത്ഭുതങ്ങളെല്ലാം നിൽക്കുന്ന ഈ ലോകമുണ്ടല്ലോ, ഈ ആകാശമുണ്ടല്ലോ, അത് തകർന്നു വീഴുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എന്നിട്ട് പറയുകയാണ്,
അവരെ വലയം ചെയ്യുന്ന തരത്തിലുള്ള അള്ളാഹുവിന്റെ ശിക്ഷ അവർക്ക് വന്നതിനെ പറ്റി, അല്ലെങ്കിൽ അവർ ഓർക്കാതിരിക്കെ പെട്ടെന്ന് അന്ത്യദിനം അവർക്ക് വന്നു പിടിപെടുന്നതിനെ കുറിച്ച് അവർ നിർഭയരാണോ, അവർ ഭയപ്പെടുന്നില്ലേ നബിയേ എന്ന് സൂറത്ത് യൂസുഫിൽ തന്നെ 107-ാമത്തെ വചനത്തിൽ അള്ളാഹു ചോദിക്കുകയാണ്. മാ യൻദുറൂന ഇല്ലാ സയ്യതൻ വാഹിദതൻ തഖുദുഹും യഹ്സിമുഹും യഹ്സിമൂൻ. സൂറത്ത് യാസീൻ എത്രയോ ആളുകൾ വായിച്ചു പോയ സൂറത്ത് യാസീനാണ്. അതുപോലെ തന്നെ ഫലാ യസ്തതിയൂന തൗസിയതൻ വലാ ഇലാ അഹ്ലിഹിം യർജിഊൻ വനുഫിഖ ഫിസ്സൂരി ഫൈദാഹും മിനൽ അജ്ദാസി ഇലാ റബ്ബിഹിം യൻസിലൂൻ ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർകദിനാ ഹാദാ മാ വഅദർ റഹ്മാൻ വസദഖൽ മുർസലൂൻ. സൂറത്ത് യാസീൻ 36-ാം അധ്യായം 49 മുതൽ 52 വരെ വചനമാണ്. ഒരൊറ്റ ഘോര ശബ്ദം, അതൊരു ഘോര ശബ്ദം, അത് ചെവിടടയ്ക്കുന്ന ഒരു ശബ്ദമാണ്, ഒരു ഘോര ശബ്ദമാണ്. ഘോര ശബ്ദം മാത്രമാണ് അവർ കാത്തിരിക്കുന്നത്. അവർ അന്യോന്യം തർക്കിച്ചു കൊണ്ടിരിക്കവേ അതവരെ പിടികൂടുന്നതാണ്. എപ്പോഴാണ് ഖിയാമത്ത് നാള്, എപ്പോഴാണ് അന്ത്യസമയം, എപ്പോഴാണ് അന്ത്യസമയം? ആ അന്ത്യസമയം എന്ന ചർച്ച നടത്തുമ്പോൾ തന്നെ ഒരു ചെവിടടുപ്പിക്കുന്ന ശബ്ദമാണ്, ഒരു ഘോര ശബ്ദമാണ്. ആ ഘോര ശബ്ദം വരുമ്പോ അന്യോന്യം അവർ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയായിരിക്കും. അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ അവരത് പിടികൂടും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. അപ്പൊ അവരെങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ, ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനിടയിൽ അല്ലാഹു അവരെ പിടികൂടും എന്ന്.